عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين في الدارين. بسم الله العظيم القدرة والشان شديد البطش والبرهان حافل الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم. قال الله عز وجل: أربع من سعادة المرأة الصالحة والمسكن الواسع والجار الصالح والمركب الهني شفيعنا رسول الله. يا خير من دفينت بالقاع عظمه فطاب من طيبهن الكاه واللكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم جل مولاي صل وسلم سريت من هرمين ليلا إلى هرمي كما سار البدر في داج من الظلم. مولاي لم دائما أبدا على حبيبك خير الخلق كلهم. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ റിഫായിയ ജമാഅത്ത് കമ്മിറ്റി ഊജമ്പാടി ഇതിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് ഏറെ ആദരണീയനായ കെ മുഹമ്മദ് കുഞ്ഞി സാഹിബ്, അർത്ഥഗർഭമായ പ്രൗഢമായ നിലക്ക് നമ്മുടെ മഹത്തായ സംഗമത്തിന് ആത്മീയ ഭാഷണം നടത്തി പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ റിഫായിയ മഹല്ലത്തിന്റെ, നമ്മുടെ ഊജമ്പാടി മഹല്ലത്തിന്റെ ആദരണീയരായ ഖത്തീബ്, ഏറെ വേണ്ടപ്പെട്ടവരും പിരിശപ്പെട്ടവരും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് മുഹമ്മദ് ഫൈസി പള്ളങ്കോട്, ഹ്രസ്വമാണെങ്കിലും വളരെയധികം അർത്ഥഗർഭമായ പ്രൗഢമായ മനോഹരമായ നിലക്ക് അനുസ്മരണ ഭാഷണം നടത്തിയ പ്രഗത്ഭ പ്രഭാഷകനും അനുഗ്രഹീത സംഘാടകനും സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ കാസർഗോഡ് ജില്ലയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറിയും എല്ലാത്തിനേക്കാളുപരി എനിക്കേറെ വേണ്ടപ്പെട്ട ആത്മസുഹൃത്തും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് ഹാഷിം ദാരിമി ദേലമ്പാടി, നമ്മുടെ ഈ മഹത്തായ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായി സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ഉസ്താദ് മുസ്തഫ ഹുദവി ഊജമ്പാടി, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികൾ,
അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂൽ ചെയ്യട്ടെ. ആമീൻ. ദുആക്ക് ഇജാബത്തുള്ള മാസമാണ്, ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ഏറെ അനുസ്മരിക്കപ്പെടുന്ന ഒരു സമയമാണ്. നല്ലവരിൽ നല്ലവരായ മുഅ്മിനീങ്ങൾ ഒത്തുകൂടി ഒരു മജ്ലിസും കൂടിയാകുമ്പോൾ ഒക്കെ കുറെ കൂട്ടണ്ട. അവിടെ ദുആക്ക് ഇജാബത്തുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല നമ്മുടെ ഏറ്റവും വലിയൊരു ധൈര്യവും ഒരു പ്രതീക്ഷയും ഒരു സമാധാനവും അല്ലാഹുവിനോട് ദുആരക്കുക എന്നത് മാത്രമാണ്. വേറൊന്നും നമ്മുടെ കയ്യിലില്ല. കാരുണ്യവാനായ റബ്ബ് നമ്മളെ കാത്തിരിക്കുകയാണ് ദുആരക്കാൻ. അപ്പൊ നിങ്ങളെല്ലാവരും നല്ല നിലക്കാമീൻ ചെല്ലുക. മഹാനരായ ശൈഖുനൽ മുറബ്ബി ശംസുൽ ഉലമ തങ്ങളെ ബർക്കത്തുകൊണ്ട്, റഈസുൽ മുഹഖഖീൻ കണ്ണിയത്തോരുടെ ബർക്കത്തുകൊണ്ട്, മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങളെ ബർക്കത്തുകൊണ്ട്, മഹാനരായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ ബർക്കത്തുകൊണ്ട്, ലോകം കണ്ട മഹാന്മാർ മഹാത്മാക്കള് മശായിഖുമാരെ ബർക്കത്തുകൊണ്ട്, നമ്മുടെ ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട്, ആയിരങ്ങൾ സുജൂദിട്ട ഞങ്ങളെ പള്ളിയുടെ ബർക്കത്തുകൊണ്ട്, സാധുക്കളായ നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ സംഗമം, ഈ ഒത്തുകൂടൽ, ഈ മജ്ലിസ്, ഈ പരിപാടി, നമ്മുടെ ഈ വരവ്, നമ്മുടെ ഈ ഇരുത്തം, നമ്മുടെ പോക്ക് എല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, ത്യാഗം ചെയ്തു, രാപ്പകലില്ലാതെ ഇതിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തു, പ്രയത്നിച്ചു. പലരും നേതൃത്വം കൊടുത്തു. ഉന്നരായ ഉസ്താദുമാരെ പോലെയുള്ളവർ ഇതിനു വേണ്ടിയിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങളൊക്കെയും നൽകി. അല്ലാഹു തആല അവർക്കൊക്കെയും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആൾക്കാർ ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ദുആരക്കണേ 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 എന്ന് പല ഉദ്ദേശങ്ങളും കരുതിയിട്ട് പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല ഈ നല്ല മുഅ്മിനീങ്ങളൊത്തു കൂടിയ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരിലും വസിയത്ത് പറയപ്പെട്ടവരിലുമുള്ള എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളിലും വേണ്ടപ്പെട്ടവരിലുമുള്ള രോഗങ്ങൾ അല്ലാഹു പരിപൂർണമായും മരുന്നില്ലാതെ ശിഫയാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, വളരെയധികം മനോഹരമായ ഒരു ആത്മീയമായ സംഗമം. ആമുഖമായി പറയട്ടെ, ആമുഖം നീട്ടുന്നില്ല, ഞാൻ വിഷയത്തിലേക്ക് തന്നെ കടക്കുകയാണ്. എന്നാലും ആമുഖം എന്നോണം ചുരുക്കിയിട്ടൊരു വാക്ക് പറയാനുള്ളത്, നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത്, പരലോകത്ത് ഹബീബായ റസൂലുള്ളാഹി, നിങ്ങൾ എന്നെ നോക്കി ലൈവിന്റെ ആൾ വേണ്ടി പോലെ സെറ്റാക്കും. നല്ല ലൈവിന്റെ ആളാണ്, മാഷാ അല്ലാഹ്. നല്ല ക്ലാരിറ്റി അല്ലോ ഇല്ലേ? അല്ല പ്രസംഗിക്കുന്ന ആരെന്ന് ഭയ ടോർച്ച് അടിച്ച് നോക്കേണ്ടി വരുമോ? അല്ല, അങ്ങനെയുണ്ട് കുറെ. ഇത് മാഷാ അല്ലാഹ് നല്ല ലൈവ് ഞാൻ നോക്കലുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ നിങ്ങൾ അയാളെ നോക്കണ്ട, നിങ്ങൾ എന്നെ നോക്കിയെങ്കിലായി. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നാളെ പരലോകത്ത് അല്ലാഹു തആല കുറെ ആൾക്കാരെ, മുഅ്മിനീങ്ങളെ, അതിൽ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, മലയാളിയുണ്ട്, ബംഗാളിയുണ്ട്, അറബിയുണ്ട്, എല്ലാവരുമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് നല്ലവരായ മുഅ്മിനീങ്ങളുടെ ഹിസാബും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അല്ലാഹു തആല സ്വർഗ്ഗലോകത്തേക്ക് സ്വർഗ്ഗത്തിന്റെ പട്ടുടുപ്പുകൾ ധരിപ്പിച്ച് അവരേതാ മലായികത്തീങ്ങളെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇവരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളും. ഇവർ സ്വർഗത്തിന്റെ അഹ്ലുകാരാണ്, എന്റെ പൊരുത്തം ലഭിച്ചവരാണ്. അവരുടെ എല്ലാ പാപങ്ങളും ഞാൻ പൊറുത്തിട്ടുണ്ട്, സർവ്വ സൽക്കർമ്മങ്ങളും ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാണ്, എനിക്ക് വേണ്ടി നല്ലോണം കർമ്മങ്ങൾ ചെയ്തവരാണ്, എനിക്ക് വേണ്ടി വാല് കേട്ടവരാണ്, എനിക്ക് വേണ്ടി നിസ്കരിച്ചവരാണ്. അതുകൊണ്ട് അവർ സ്വർഗത്തിലാണ്. സ്വർഗത്തിന്റെ പട്ടുടുപ്പുകൾ ധരിപ്പിക്കപ്പെട്ട നിലയിൽ ആ നല്ല മനുഷ്യന്മാര് സ്വർഗത്തിലേക്ക് അങ്ങനെ ആനയിക്കും. എന്നിട്ട് സ്വർഗത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ വിടാതെ സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ ഉമ്മറപ്പടി അവരെ നിർത്തും. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? തിരിയുന്നില്ലേ? ഇത് ഫസ്റ്റ് കേട്ടോളണം, ബാക്കി അതിന്റെ അപ്പുറം കേട്ടില്ലെങ്കോ. 2 മണിക്കൂറിൻ്റെ ഫുള്ള് കേട്ടോളൊന്നും നിർബന്ധമൊന്നുമില്ല. ഒരു വാക്കെങ്കിലും പഠിച്ചിട്ടെങ്കിലും മതി. ഒന്ന്. രണ്ടാമത്, ഇത് ബായി വളർന്നിട്ട് ഇങ്ങനെ കേൾക്കാൻ ഇത് പാട്ടല്ല, ഇത് ദീനാണ്, ഇത് ഇബാദത്താണ്, ഇത് ഏറ്റവും വലിയ അമലാണ്, ഇത് ഏറ്റവും വലിയ ദിക്റാണ്. കൂടാതെ നാളെ മറ്റുള്ളവർക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുക്കേണ്ട ഇൽമാണ്. ഇത് പഠിക്കേണ്ട വേണം. 1. 2. മൂന്നാമത്, കിടാക്കളെ എതിറിലേക്ക് വിട്ടേ വേണ്ട. കിടാക്ക പോകണം, മജ്ലിസിൽ പോകണം. കാരണം കിടാക്കള ദുആക്ക് ഇജാബത്തുണ്ട്. കിടാക്കള ദുആ തട്ടിക്കളയാൽ ദ്വാരക്കുന്നോടെല്ലാം ഇരുത്തിക്കൊള്ളണം. ഈ പാഞ്ഞുകൊണ്ടും ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ബണ്ണിയും ദ്വാരക്കം വിളിപ്പിച്ചിട്ട് വരാൻ.
കിടാക്കളല്ലേ, പൈതങ്ങളല്ലേ, അവർക്കറിയാലോ. അവർക്ക് ലൈറ്റും വെളിയെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷവും ഖുഷിയുമാണ്. അപ്പൊ കുറച്ചൊക്കെ തുള്ളലും പായലും ചാട്ടവും ഓട്ടോലെ ഇരിക്കലും എണീക്കലെല്ലാം ജോറാവും, സാധാരണയാണ്. അതിന് ഞമ്മ അവരെ പേടിപ്പിക്കണ്ട, കണ്ണുർത്തിയിട്ട് ജോറാക്കാൻ നിൽക്കണ്ട. ചെറിയ പൈതങ്ങളാണ്, അള്ളാഹു താല അവരെയും ഞങ്ങളെയും നന്നാക്കി തരട്ടെ. എന്നാലും വയല കേൾക്കണമെന്ന് പറഞ്ഞിട്ട് അവരെ ഫ്രണ്ടിലേക്ക് വിടണമെന്നില്ല. ഫ്രണ്ടിലേക്ക് വരണ്ടേ വലിയോ, അവരെ ബാക്കിൽ തന്നെ ഇരിക്കെങ്കിലായി. ഏതായാലും 200 അടിക്കണ്ട, നല്ല കുഞ്ഞുങ്ങൾ അല്ലാഹു ഞങ്ങളെയും അവരെയും നന്നാക്കി തരട്ടെ. ഞങ്ങളെ മക്കൾ അല്ലാഹു താല അവരെ കൊണ്ട് അല്ലാഹു ഞങ്ങളെ ഇസ്സത്ത് കാക്കട്ടെ. അവരെയും ഞങ്ങളെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ ചേർക്കട്ടെ. നാളല്ലാഹുവിന്റെ പരലോകത്ത് ഇത് നല്ലോണം കേട്ടോളൂ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ വയലിന്റെ ഏറ്റവും വലിയ പോയിന്റ് ആണ് ഈ പറയാൻ പോകുന്നത്. എന്റെ വിഷയത്തിന്റെ ഏറ്റവും വലിയ പോയിന്റ്. നാളല്ലാഹുവിന്റെ പരലോകത്ത് ഒരുപാട് നല്ല ആൾക്കാർ, 100 അല്ല 200 അല്ല ലക്ഷങ്ങളല്ല, എത്രയോ ജനങ്ങൾ, ആണുങ്ങൾ പെണ്ണുങ്ങള്, അവരെ എല്ലാ ഹിസാബും അല്ലാഹുവിന്റെ അടുക്കൽ കഴിഞ്ഞു. എല്ലാ പരിശോധനകളും കഴിഞ്ഞു. അല്ലാഹുവിന്റെ അടുക്കൽ അവർ സ്വാലിഹീങ്ങളാണെന്ന് തെളിഞ്ഞു. അങ്ങനെ അല്ലാഹു തആല മലായികത്തിങ്ങളെ വിളിച്ചിട്ട് പറയും, അവർക്ക് സ്വർഗത്തിന്റെ പട്ടുടുപ്പുകൾ ധരിപ്പിച്ച സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ, സ്വർഗത്തിലേക്ക് കടത്തിക്കോളോ എന്ന് പറയപ്പെട്ട ആ ജനങ്ങള് സ്വർഗത്തിന്റെ വട്ടുടുപ്പുകൾ ധരിപ്പിച്ച് സന്തോഷത്തോടെ മാലാകമാർ സ്വർഗത്തിലേക്ക് കടത്താൻ വേണ്ടി കൊണ്ടുവരുമ്പോ അല്ലാഹ് പറയുന്നു അവരോട് അവിടെ നിർത്തിക്കോളൂ. സ്വർഗത്തിന്റെ ഉമ്മറപ്പടിയില പരിശുദ്ധമായ പരിപാവനമായ വിശാലമായ അവർണ്ണനീയമായ സുഖലോക സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ അവർ നിൽക്കുകയാണ്. അവിടെ പെൻഡിങ് ആവുകയാണ്. അകത്തേക്ക് അനുമതിയില്ല. സ്വർഗത്തിലേക്ക് അകത്തേക്ക് കടക്കാൻ പ്രവേശന അനുമതി ലഭിച്ചിട്ടില്ല. സ്വർഗത്തിന്റെ ഭൂമുറ്റത്ത്, സ്വർഗലോക സ്വർഗത്തിന്റെ തിരുമുറ്റത്ത് ആ പടിവാതിൽക്കൽ അവിടെ നിൽക്കുകയാണ് എത്രയോ ജനങ്ങള്, എത്രയോ നല്ലവരായ വിശ്വാസികള് സ്വർഗത്തിലേക്ക് കടക്കേണ്ടവരായിരുന്നു. പക്ഷെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ ശേഷം അപ്പുറത്തുകൂടി കുറെ ആൾക്കാർ വരുന്നു, സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നു. പിന്നെയും ആൾക്കാർ വരുന്നു, സ്വർഗത്തിലേക്ക് കടക്കുന്നു, അകത്ത് കടക്കുന്നു, സ്വർഗത്തിലേക്ക് ചേരുന്നു. ഇവരാണെങ്കിൽ നേരത്തെ വന്നവരാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ മുമ്പല്ല, 1 മണിക്കൂർ മുമ്പല്ല, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി ആ നിൽപ്പ് അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് സുഖലോക സ്വർഗത്തിലേക്ക് വിധിക്കപ്പെട്ടിട്ട് പോലും സ്വർഗത്തിന്റെ അകത്തേക്ക് പ്രവേശന അനുമതി ലഭിക്കാതെ സ്വർഗത്തിന്റെ ഭൂമുറ്റത്തതാ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർക്കുള്ള യോഗം. അകത്തേക്ക് പ്രവേശനമില്ല. ആ നിൽപ്പ് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി അതങ്ങനെ തുടരുന്നു. അതിന്റെ ഇടയിലാണ് എത്രയോ മനുഷ്യന്മാർ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. അവർക്ക് നിൽക്കേണ്ടി വരുന്നില്ല. 1 മിനിറ്റ് പോലും അവരോട് അവിടെ നിൽക്കണമെന്നല്ല പറയുന്നില്ല. അവർ എങ്ങനെ കടന്നു പോകുമ്പോ ഈ നേരത്തെ നിൽക്കുന്ന ഞങ്ങളെ പോലത്തെ ചില മനുഷ്യന്മാർ, നല്ലവരായ സ്വർഗത്തിന്റെ ഹലികാരായി വിധിക്കപ്പെട്ട ആൾക്കാർ പടച്ച റബ്ബിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞങ്ങൾ എന്തേ ഇവിടെ പെൻഡിങ് ആയി, ഞങ്ങെന്തേ ഇവിടെ ബാക്കിയായി, ഞങ്ങളെ ഹിസാബ് കഴിഞ്ഞല്ലോ, ഞങ്ങളെ എല്ലാ പരിശോധനകളും കഴിഞ്ഞല്ലോ, നീ ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പിന്നെ പാസ് തന്നിട്ട് പോലും പ്രവേശന അനുമതി ലഭിച്ചില്ല. ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഈ നിൽപ്പ് കുറേയായല്ല, എന്തുകൊണ്ട് ഞങ്ങൾ എന്തേ വൈകുന്നു, ഞങ്ങൾ എന്തേ ലേറ്റാവുന്നു എന്ന് ചോദിക്കുമ്പോ പടച്ച റബ്ബ് ആ നല്ല മനുഷ്യന്മാരോട്, സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട നല്ല മനുഷ്യന്മാരോട്, കാലങ്ങളായി കാത്തു നിൽക്കുന്ന സ്വർഗത്തിന്റെ പൂമുഖവാതിൽക്കൽ നിൽക്കുന്ന ആ നല്ല ആൾക്കാരോട് അല്ലാഹ് പറയുന്നൊരു മറുപടിയുണ്ട്. എന്റെ ഊജമ്പാടിയിലുള്ള നല്ലവരായ ആണുങ്ങൾ കേൾക്കണോ, ഉമ്മപെങ്ങന്മാർ കേട്ടോ, അല്ലാഹ് അവരോട് പറയുന്ന മറുപടി എന്തറിയാ, മനുഷ്യരെ നിങ്ങളെ എപ്പോഴേ സ്വർഗത്തിൽ കടക്കേണ്ടവരായിരുന്നു. നിങ്ങളെ ഹിസാബ് കഴിഞ്ഞിട്ടുണ്ട്, നിരീക്ഷണ പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, പരിശോധന കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാം കൊണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടവർ തന്നെയാണ്. എന്നാലും നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാതെ കണ്ട് ഇവിടെ നിർത്തപ്പെടാൻ കാരണോ, നിങ്ങൾ വൈകിപ്പോകാൻ കാരണോ, നിങ്ങൾ കടക്കുന്നത് ലേറ്റാവാൻ കാരണം,
നിങ്ങൾ കിടക്കുന്നത് ലേറ്റാവാന് കാരണം എന്റെ ദുനിയാവില് എല്ലാ നല്ല കാര്യങ്ങളിലും നിങ്ങൾ ബാക്കായിരുന്നു, ലേറ്റായിരുന്നു. അതുകൊണ്ട് ഇവിടെയും നിങ്ങൾ ലേറ്റാണ്. ധൃതി വേണ്ട. ജുമാക്ക് വരുമ്പോ 11:58 12:58 കാത്തിരുന്നിട്ടില്ലേ? കുറച്ചെങ്കിലും ബാങ്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ലല്ലോ. പിന്നെ സ്വർഗത്തിലേക്ക് ബാങ്ക് കയറണമെന്നുണ്ട്. വാലിന്റെ അവിടെ തുടങ്ങിയിട്ടാട്ട് എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ കാത്തിരുന്ന്. തുടങ്ങി പിന്നല്ലേ ഞങ്ങൾ പോയ. അവിടെയല്ലേ ഞങ്ങൾ ലേറ്റായത്. അപ്പോഴാണല്ലോ അവിടെ ചോദിക്കുന്നവന് സ്വർഗത്തിലേക്ക് കടക്കണോന്ന്. എത്ര സ്പീഡ് എന്തേ, അർജന്റ് എന്തേ, തിരക്കെന്തേ? ഇനി വാലിന്റെ അവിടെ ഇരുന്ന് നിങ്ങള് ബാക്കിലത്തെ കസേരയിലല്ലേ ഇരുന്ന്, ഫ്രണ്ടില് പോയിട്ടിരുന്നില്ലാലോ. എങ്ങനെങ്കിലും കേട്ടങ്ങ് മതിയല്ല, എങ്ങനെങ്കിലും ഇരുന്നങ്ങ് മതിയല്ല, എങ്ങനെങ്കിലും സംഗതി നടന്നങ്ങ് മതിയല്ല എന്ന് ചിന്തിച്ചത് കൊണ്ട് ഇവിടെയും നിങ്ങൾക്ക് എന്തേ തിരക്ക? വേം പോണോന്നെന്തേ, അർജന്റ് എന്തേ, തിരക്കെന്താ? ഒരിത്തിരി നിന്നോളൂ. അപ്പോഴാണ് അവർക്ക് കാര്യം ബോധ്യമാകുന്നത്. പടച്ച റബ്ബിനോട് അവർ പറയുന്നു, അല്ലാഹ്, ഞങ്ങളെ ഭാഗത്തുനിന്ന് വന്ന ഏറ്റവും വലിയ വീഴ്ചയാണ്, ഗുരുതരമായ തെറ്റാണ്. ആവർത്തിക്കാൻ ഇനി അവസരമില്ല. ഞാൻ ഇതെന്തിനു പറഞ്ഞേ ഞമ്മൊന്നിനും ബാക്കാവാൻ കഴിയാ. നാളെ അവിടെയും ബാക്കാവും. അപ്പൊ നിങ്ങൾ എന്താക്കണം പറഞ്ഞ ബാക്കിലുള്ളവർ എതിർക്ക് വരണം. ഇതിന് അയാളെ നോക്കുന്നു, അയാളെ കബറിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ആരെയും നോക്കണ്ട. എനിക്ക് അതാ ഈ എതിർത്ത കസാര വേണ്ട. ആ 3 പുള്ളന്മാർ ഇരുന്നിട്ടുള്ള അത് അതിന്റെ ബാക്കിലേക്ക് അവിടെ മാഷാ അല്ലാഹ്. സദസ്സ് ചന്താട്ട്, മജ്ലിസ് ചന്താട്ട് ഇൽമിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് ഇൽമിന്റെ മജ്ലിസിനെ ബഹുമാനിക്കല്. അതിനൊരു ബഹുമാനമുണ്ട്. എങ്ങനെങ്കിലും അറിയാത്ത ബാർബർ മുടിയെടുത്ത പോലെ ഒരു ചന്തു ഇല്ലാത്ത കോലത്തിൽ ഇങ്ങനെ ഇരുന്നെങ്ങൊന്നും ഒപ്പിക്കുന്ന ഏർപ്പാടൊന്നും ഇസ്ലാമിലില്ല. അതിനൊരു ചേലും കോലെല്ലാം പോണം. ഏതൊന്നും അങ്ങനെ പിന്നെയും കസാലക്കാലി. ഇത്ര ആയത്തോതിയിട്ടും അതീതോതിയിട്ടും ചില മനുഷ്യന്മാർക്ക് ഇപ്പോഴും കളപ്പിലേക്ക് കയറിയിട്ടേ ഇല്ല. നിങ്ങക്ക് ബേജാറെങ്കിൽ അടുത്ത കൊല്ലം വിളിച്ചില്ലെങ്കിലായി സംഗതി തന്നെ അല്ലേ? അല്ലോ സാർ, പോകുമ്പോ പൈസ ഒന്ന് കുറച്ചിരുന്ന ബേജാറായി എണീറ്റ് നാളെ കിളിപ്പും വരും. അതിനിപ്പോ ബേജാറൊന്നുമില്ല അല്ല. എന്നാലും സംഗതി അങ്ങനെ ഉള്ളനെ ഉള്ള പോലെ ഹക്ക് പോലെ ചെല്ലിട്ട് പോവാ. ഞമ്മ ചെല്ലുന്നത് ആർക്ക് ബേജാറാണ്, ആർക്ക് പിടിക്കുന്നത്, ആർക്ക് ഇഷ്ടപ്പെടുന്നൊന്നും ഞമ്മ നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പറയുന്നത് അള്ളാഹ്ക്കെതിരായില്ലെങ്കിൽ മതി. ഞങ്ങൾ പറയുന്നത് അള്ളാന്റെ റസൂലിന് എതിരായില്ലെങ്കിൽ മതി. പറയുന്നത് എനിക്കും പിന്നീട് കേൾക്കുന്നവർക്കും ഉപകാരപ്പെടുകയും വേണം. അല്ലാഹു തആല ഈ മജ്ലിസിന്റെ ബർക്കത്തോടെ അതിന് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാ, നല്ല മജ്ലിസ്. ഇതാണ് ഈമാന്, ഇതാണ് ആദരവ്, ഇതാണ് ബഹുമാന, ഇതാണ് ഈമാന്, ഇതാണ് സംസ്കാരം, ഇതാണ് ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ തൗഫീഖ്. അല്ലാതെ ഞങ്ങൾ ഒന്നിലും ബാക്കിരിക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതേ ഈ ഗ്രൗണ്ടിൽ ഇപ്പൊ ഈ സമയത്ത് ഒരു ഡേ നൈറ്റ് മാച്ചാ, ഒരു ഫെഡ് ലൈറ്റ് മാച്ചാ മുന്നിൽ വെച്ചിനെങ്കിൽ ഞാൻ മേടിക്കട്ടെ. അതിന് ബാക്കിൽ നോക്കട്ടെ, എല്ലാരും ഈടുണ്ടാട്ടി ഞങ്ങൾ വേണമെങ്കിൽ ആയിരിക്കണേ. ആസിഫ് ഉസ്താദും ഫൈസ് ഉസ്താദും അല്ലേ? നിങ്ങളെ വിഷയമല്ല, സാധാരണ അങ്ങനെ നമുക്ക് അതിനോടാണ് വലിയ താല്പര്യം. കാണുന്നില്ലേ ജമാഅത്ത് നടക്കുമ്പോ ഒരു ചങ്ങായി എപ്പോഴും നിസ്കാരത്തിന് ജമാഅത്തിനെത്തുന്നു. എപ്പോ വന്നൊരു ജമാഅത്തിന് കൂടുന്ന പറഞ്ഞ ലാസ്റ്റ് തറക്കാത്തിന്റെ റുക്കുവിന് ളുഹുറിന്റെ 4-ാമത്തല്, മാരിവിന്റെ 3-ാമത്തല്, സുബഹിന്റെ 2-ാമത്തല് എപ്പോഴങ്ങനെ. ഇനി ബേം വന്നിട്ട് കൊല്ലെടുത്തു ഈ ചങ്ങായി അങ്ങും ഇങ്ങും നടന്നിട്ടും കുറെ മൊബൈൽ ചൊല്ലിയിട്ടു ലാസ്റ്റ് വന്നിട്ട് അല്ലാഹു അക്ബർ അരയല്ലോ ഒന്ന് ഗട്ടിയാക്കി ടൈറ്റാക്കി അല്ലാഹു അക്ബർ അവനോട് കേട്ട് നീ എന്ത് എപ്പോഴേ ഉണ്ടല്ലോ നീ ഒന്നാമത് ഉസ്താദ് കുറെ ഓതുന്നു. ഉസ്താദ് ഇതായിരിക്കും പിന്നെന്ത് പിന്നെ എനക്ക് നീ പിന്നെ അങ്ങനെ കൂടെ നിങ്ങൾക്ക് ഒറ്റ നിസ്കരിക്കും അല്ലേ? ഒറ്റ നിസ്കരിക്കും ജമാഅത്തിന്റെ കൂലി വേണ്ടേ? ഇതിപ്പോ 2 ഗുണം, ഒന്നോ ജമാഅത്തും കിട്ടി, പിന്നൊന്ന് ബാക്കിയെല്ലാം 3 ഞാൻ നിസ്കരിക്കേണ്ടതല്ലേ? എനിക്ക് വേണ്ടി പോലെ സ്പീഡ് ആക്കല്ലേ? ഇയാളെ ബാക്കിൽ പോകണമെന്നില്ലല്ലേ? ഒട്ടാരെ തർക്ക് ചന്താക്കണോ, ചേലാക്കണോ, ഭംഗിയാക്കണോ, അള്ളാഹ്ക്ക് വേണ്ടിയാക്കണോ എന്ന ബോധം നമുക്കില്ല. ഒട്ടാരെ നേർച്ചപ്പെടണം. പരിപാടി നടന്നതാണോ, നിസ്കരിച്ചതാണോ, പിന്നെ ഓതിയെന്നാണോ, നോമ്പ് പിടിച്ചെന്നാണോ,
ആണോ? അല്ല, അള്ളാഹ്ക്കാണ് എന്ന ബോധം നമുക്കില്ല. ഞാൻ നിങ്ങളെ പറയുന്നല്ല, നിങ്ങനെ ബേജാറാക്കിയല്ല, ഞാൻ നിങ്ങളെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഇത് ആദ്യം പറയുന്ന അവ്വലും ബി നഫ്സി എന്നോട്. ഇനി ഈ പറഞ്ഞ സ്റ്റൈലിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ അത് നിങ്ങൾ തന്നെ, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അല്ലാഹു തആല മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ. എന്നെ ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. അല്ലാഹു ഞങ്ങളെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നന്നാക്കട്ടെ. ഇത് ആമുഖമായി പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ എപ്പോഴും നല്ല റാഹത്ത് കാണിക്കണം, ഉന്മേഷം കാണിക്കണം, ജിഗർ കാണിക്കണം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള അമലല്ല. ഇതിന്റെ പവർ അറിയാ, ഈ 1 മണിക്കൂർ ഇരുന്നതിന്റെ മഹത്വം അറിയാ. ഉമ്മ കേട്ടോ, പെങ്ങള് കേട്ടോ, അവിടെ ഇരുന്നിട്ട് കുടുംബകാരി ഇപ്പം ഉണ്ടാന്ന് കണ്ട, വാട്സപ്പിലേക്ക് ചേർക്കാൻ വേണ്ടിട്ട് ആഡ് ആക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്പർ വേങ്ങാന്ന് കണ്ട, ഇപ്പൊ വേറെ വിഷയം എന്തോ ആക്കാന്ന് കണ്ട, ഇപ്പൊ നിങ്ങൾ കണ്ണും കാതും കൽബും കൂർപ്പിച്ചിട്ട് ഇത് കേൾക്കണോ. കാരണം ഈ ഇരുത്തം, ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം തഫക്കുറു ഖൈറും മിനൽ ഫിറക. ഇത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ നാളെ അല്ലാഹുവിന്റെ അടുക്കൽ കൂലിയുള്ള അമലാണുമ്മ. ഇത് ചെറിയ കാര്യമല്ല. ഞങ്ങനെ കാലൊരു SKSF സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി നിറഞ്ഞിട്ട് സിമ്പിളാക്കുന്നെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ ഇത് ചെറിയ പരിപാടിയല്ല. ഇത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ. എത്ര? 1000 റക്അത്തിൽ എത്ര സുജൂദുണ്ട്? 2000 അല്ലേ? 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് 2000 റക്അത്ത് 2000 സുജൂദ് ഇടുന്നതിനേക്കാളേറെ നാളെ അല്ലാഹുവിന്റെ ലോകത്ത് പരലോകത്ത് ഞങ്ങൾക്ക് കൂലി കിട്ടുന്ന അമലാണ് ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം. അല്ലാഹ് ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നാളെ ആഖിറ രക്ഷപ്പെടാനുള്ള വലിയ അമലായി അല്ലാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ ദുനിയാവിൽ ഞങ്ങൾ ജീവിക്കുമ്പോ കുറച്ചെല്ലാം അമൽ ചെയ്യണമല്ല, അല്ലാഹ്ക്ക് വഴിപ്പെടണമല്ല, അവനെ അനുസരിക്കണമല്ല. കച്ചവടം ചെയ്യണ്ട, ടൂറ് പോവണ്ട, ബസ്സിൽ കയറണ്ട, ട്രെയിനിൽ പോണ്ട, ഗൾഫില് പോണ്ട, നല്ല വസ്ത്രം ഇടണ്ട, ഷെന്റ് തേക്കണ്ട, ആപ്പിള് മൊബൈൽ പിടിക്കണ്ട. ഇതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. എല്ലാം പിടിച്ചോ? ആപ്പിൾ അല്ല, നീ പൈനാപ്പിൾ മൊബൈൽ എന്നെ പിടിച്ചോ? വേണ്ട ഒന്നും പറയില്ല. കച്ചവടാക്ക്, എല്ലാക്ക്. കഫായിന് നല്ലോണോ? ഈ കഫാകുമ്പോൾ നമുക്ക് ശബ്ദത്തിന് ബുദ്ധിമുട്ടാണ്. പിന്നെ നീ എതിർക്ക് തുപ്പൊന്നും ശരിയല്ലേ, മജ്ലിസല്ലേ, ഇൽമിന്റെ മജ്ലിസല്ലേ, ഇനി തുപ്പാതിരിക്കാൻ കാലല്ലേ, തുപ്പണന്നല്ലേ. വലത്തെ ഭാഗത്തും കുപ്പാൻ കഴിയാ. പിന്നെ സൗകര്യം അങ്ങനെ ആകുമ്പോ നിവർത്തിക്കേണ്ട സമയത്ത് അത് പറ്റുമെന്ന് തന്നെയല്ലേ. ഇനി നാളെ നിങ്ങൾ ചർച്ചാക്കാൻ നിൽക്കണ്ട. ഹാസിം ഉസ്താദിന് കണ്ണിയത്തോറ് കറാത്ത് എടുത്തിട്ടില്ലാന്ന് പയ്യ വന്ന ഉസ്താദ് എതിർക്ക് തുപ്പിക്കാനുണ്ടോ അവിടെ വലത്തെ ഭാഗത്തൊക്കെ? അത് കറാഹത്തിൻ ചെല്ലെങ്കിൽ സന്ദിഗ്ധ ഘട്ടത്തിൽ അത് ചെയ്യാം, പ്രയാസഘട്ടത്തിൽ അതാവാം. ഇവിടിപ്പോ പ്രയാസം തന്നെയാണ്. അട്ടുപിടി പൊട്ടി. ഏതായാലും വിശാലമായൊരു വിഷയമാണ് എടുപ്പ് എനിക്ക് തന്നിട്ടുള്ള കുടുംബജീവിതം ഇസ്ലാമിൽ. മറ്റു മതക്കാരുടെ കുടുംബജീവിതത്തെ പറ്റി നമുക്ക് ചർച്ചയില്ല. നമ്മൾ മുസ്ലിമീങ്ങളാ. ഞങ്ങൾ ഏറ്റവും വലിയ വിശ്വാസവും ചിന്തയും ഈ ദുനിയാവിന്റെ ജീവിതം ഫൈനലല്ല. ആണോ? പരനുള്ളിൽ കുലുമാലാകുമ്പോ ഉമ്മാവും പാപ്പവും പിണങ്ങുമ്പോ കെട്ടിയോനും എന്തോ അപ്പുറപ്പുറം ചെയ്ത് തല്ലാകുമ്പോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അപ്പുറപ്പുറം കുസുകുസല്ലാകുമ്പോ ലാസ്റ്റ് പറയലുണ്ട്, ഒരിക്കൽ മരിച്ചിട്ട് പോയി നല്ലുണ്ട് അതിന്, നീ എന്ത് വിചാരിച്ചേ അങ്ങനെ പോയെങ്ങ് തീരുന്ന ഒരിക്കൽ മരിച്ചിട്ട് നല്ല ഉണ്ടായിന്, നീ മരിച്ചിട്ട് കൊന്ന അഞ്ചാവത്തെ കൊന്നേ അത് തുടങ്ങുന്നല്ലേ? തുടങ്ങുന്നതാണ് നിനക്കറിയാഞ്ഞിട്ട്. ഇനിയാണ് സത്യത്തിൽ റിയൽ ലൈഫ്, ഇനിയാണ് യഥാർത്ഥ ജീവിതം. മരണത്തോടുകൂടി അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നൈമിഷികമായ നശ്വരമായ ചുരുങ്ങിയതായ ഈ ആയുസിന്റെ ഇടയിൽ ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോ എല്ലാ മേഖലകളിലും അല്ലാഹ്ക്ക് വഴിപെട്ട് ജീവിക്കേണ്ടവരാണ്. കർമ്മങ്ങളില്, ആദർശങ്ങളില്, ആചാരങ്ങളില്, വേഷഭൂഷണങ്ങളില്, സംസ്കാരങ്ങളില്, അതുപോലെ തന്നെ സംസാരങ്ങളില്, ഇടപാടുകളില്, ഇടപെടലുകളില്, എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ പേടിച്ചിട്ട് ജീവിക്കേണ്ടവരാണ്.
സമ്പാദിക്കണ്ട എന്ന് ഇസ്ലാം പറഞ്ഞില്ലല്ലോ. കച്ചവടം ചെയ്യണ്ട, ഒന്നും വേണ്ട എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷെ അതെല്ലാം ചെയ്യുമ്പോ അല്ല പറഞ്ഞ പോലെയാവണം. നീ എന്ത് വേണമെങ്കിലും തിന്നോ, എന്ത് വേണമെങ്കിലും കുടിച്ചോ, കുടിക്കണ്ട തിന്നണ്ട എന്നല്ല പറഞ്ഞിട്ടില്ല. പക്ഷേ കുടിക്കുന്നതും തിന്നുന്നതും അല്ല പറഞ്ഞ പോലെയാവണം. നീ ജീവിച്ചോ, എങ്ങനെങ്കിലും തോന്നിയത് പോലെ നാൽക്കാല മൃഗങ്ങളെ പോലെ ജീവിച്ചാ പോരല്ലോ. അള്ളാനെ മറന്നിട്ട് ജീവിച്ചാ പോരല്ലോ. അല്ല പൊരുത്തപ്പെടുന്ന നിലക്ക് ജീവിച്ചോ. അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഈ ലോകത്ത് വന്നവരാണ് മനുഷ്യരായ നമ്മൾ. പക്ഷേ ഞങ്ങൾ ഒറ്റക്കുള്ള ജീവിതമല്ല വിധിക്കപ്പെട്ടത്. ഒറ്റക്ക് നമ്മളെ കൊണ്ട് ജീവിക്കാൻ കഴിയാ? മനുഷ്യനെ കൊണ്ട് കഴിയാ? നായിനെ കൊണ്ട് ഒറ്റക്ക് ജീവിക്കാൻ കഴിയും. ആനനെ കൊണ്ട് ഒറ്റക്ക്. ഞാൻ ഇതിൽ വരുമ്പോ ജംഗ്ഷന്റെ പേരെന്ത്? കൊട്ടിയാടി നേരെ അങ്ങേ പോയി, നേരെ ഉദ്ധത്തില് പോയെന്നെ റോഡ് ചന്തോട്ട് വലിച്ച് പോയി. ഏകദേശം 10-19 കിലോമീറ്റർ പോകുമ്പോൾ കൂടെ വലിയൊരു ബോർഡും കണ്ട് ആന ഇത് എച്ചരിക്ക്. എൻ്റെ ഹാർട്ട് താതക്കും കിഡ്നി മീത്തൊക്കെ ആയി. ഇപ്പം അങ്ങ് ഉസ്താദ് ലൊക്കേഷനിൽ അയച്ചിന് 2-3 വട്ടം വിളിച്ചിന്. ഇടക്കിടക്ക് വിളിക്കും ആശുപത്രി ഉസ്താദ്, ഓർമ്മപ്പെടുത്തും. ലൊക്കേഷനും അയച്ചിന്, തെറ്റീറിൻ്റെ ഉസ്താദ് ഇങ്ങനെ റൂട്ട് എല്ലാം ചെല്ലിച്ചെറിയും ചെയ്തിന്. എന്നിട്ടും ഞമ്മ പിന്നെ എപ്പോഴും പോന്തി കീർട്ടത്തന്നല്ലേ, പോന്തു കീർട്ടത്തെ പെരുന്തു കീർട്ടത്തെ. പിന്നെ 1000 വട്ടം പോയാക്കും നമുക്ക് റൂട്ട് അറിയുന്നില്ല. ഏതായാലും പോയി അൽഹംദുലില്ലാ. അങ്ങനെ കുറെ എത്തിനാകുമ്പോൾ കേട്ട് എന്തോ ഭാഗ്യത്തിന് ഒരുത്തൻ വരുന്നുണ്ട് ബൈക്കിൽ. അസ്സലാമു അലൈക്കും സലാം അലൈക്കും. ഇങ്ങനെ പിന്നെ ഊജമ്പാടിക്ക് നീ കയ്യിലെ പോവല്ലേ, ഇതിന് കാട്ടിലെ മീത്തൊക്കെ പോകണോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഞങ്ങൾ അതിലങ്ങനെ പോയിട്ട് ബനി അയാൾ 2 ആളുടെ ബൈക്കിൽ, ഒരാൾ നമ്മളെ കൂടെ തന്നെ കയറി അവിടെ വരെ വന്നു. അതല്ലേ നമ്മൾ ഒരു ബർക്കത്താണ്. നമ്മളെ മജ്ലിസിന്റെ ബർക്കത്ത്, നിങ്ങളെ ദുആന്റെ ബർക്കത്ത്, നമ്മളെ സ്നേഹബന്ധത്തിന്റെ ബർക്കത്ത്. അങ്ങനെ വന്നിട്ട് ആടക്കെത്തി. ആടുന്ന് എടുക്കത്ര 5-6-7 കിലോമീറ്റർ. അവിടെ ഫസ്റ്റ് കേട്ട് ഞാൻ അവിടെ ജംഗ്ഷന്റെ മീത്തുള്ള ഒരു ചെറിയൊരു പീടിയുണ്ട്. അപ്പൊ ലൈവ് ഉള്ളത് കൊണ്ട് ഇത് പറയുന്നത് ശരിയല്ല. എന്നാലും അവിടെ കേട്ടിട്ടാകുമ്പോൾ വലിയ ഉസ്താദ് ഈലെ പോകുന്ന റോഡ് എവിടെയോ ബ്ലോക്ക് ഉണ്ട്, കോൺക്രീറ്റ് എന്തോ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അയിലെ പോയി എന്നറിയും. അങ്ങനെയാണ് അങ്ങോട്ട് പോയിന്. കിട്ടിയതുമല്ല ഏതോ ആട്ടെ അൽഹംദുലില്ലാ. ഞാൻ ഇതെന്ന് പറഞ്ഞേ ഗോവിന്ദ, നിങ്ങൾ ഇങ്ങനെങ്ങാവല്ല. 2 മണിക്കൂർ തീരുമ്പോ നിങ്ങൾ നല്ലൊരു ദീന് ഇൽമ പഠിക്കണം. നിങ്ങൾ കേട്ടന് ആൻസറുമില്ല, കേട്ടത് ഓർമ്മയില്ല, ഞാൻ ചെല്ലന്റെ മുന്നത്തതുമില്ല, പിന്നത്തതുമില്ല, മാക്കബലുമില്ല, മാബതുമില്ല. എങ്ങനെയെങ്കിലും പിന്നെ ആർക്ക് വയത്? ഞാൻ എന്ത് പറഞ്ഞത്? വൈതെറ്റിയതല്ല, അത് എന്തിനു പറഞ്ഞേ? നമ്മളെ വിഷയം അതല്ലല്ലേ. അപ്പോ ചുരുക്കി പറഞ്ഞെങ്കിലേ ആനയുണ്ട്, ആനക്ക് ഒറ്റക്ക് ജീവിക്കാം. അത് ആനന്റെ പോർട്ടുണ്ടെന്ന് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. ആനക്ക് ഒറ്റക്ക് ജീവിക്കാം, മനുഷ്യന്മാരെ പോലെ കൂട്ടിന് ആള് പോണമെന്നില്ല. ഉറുമ്പിന് ഒറ്റക്ക് ജീവിക്കാം, ഉറുമ്പിന് ഒറ്റക്ക് നാട്ടില് മാത്രമല്ല, മരത്തിന്റെ അടിയിൽ മാത്രമല്ല, കൊട്ടാരത്തിൽ വരെ ഒറ്റക്ക് ജീവിക്കാം. കൊട്ടാരത്തിൽ ഈ തീൻമേശക്ക് മുകളിൽ രാജാവിന് വേണ്ടിയിട്ട് വിളമ്പിയിട്ട് വെച്ച വിഭവസമൃദ്ധമായ ഏറ്റവും നല്ല ഭക്ഷണമുണ്ട് ടേബിളില്. ആ ടേബിളിലെ ഭക്ഷണം വെച്ച നേരത്തെ അതിന്റെ കാലിലൂടെ കയറി വന്ന ഒരു ഉറുമ്പ് രാജാവിന് വേണ്ടി വെച്ചതായ ഭക്ഷണത്തിന്റെ ഒരിത്തിരി കടിച്ചു തിന്നിട്ട് അത് അതിൻ്റെതായ ഹാലിനെ ഇറങ്ങിപ്പോന്നുണ്ട്. ഇല്ല, ഇന്നോളം ഏതെങ്കിലും ഒരു രാജാവ് ആരടാവിടെ വെക്കടാ വെടി ഉറുമ്പിനെ എന്ന് പറഞ്ഞതായിട്ട് ചരിത്രമില്ല. അങ്ങനെ ജീവിക്കാൻ ഉറുമ്പിനും പറ്റും, ആനക്കും പറ്റും. പക്ഷേ മനുഷ്യരായ നമുക്ക് ഒറ്റക്ക് ജീവിക്കാൻ പറ്റില്ല. അത് ഇവിടെ മാത്രമല്ല, സ്വർഗലോകത്തും സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പടച്ച റബ്ബ് പറഞ്ഞെന്തറിയാ? آدم وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. الله تعالى آدم نبي അപ്പോ ഇനി ബാക്കി ഇരിക്കണോ വന്നെങ്കിൽ കിടാക്കല്ലേ അവർ അങ്ങനെ പോട്ടെ, അവർക്ക് ഒരിടക്കിടക്ക് പോട്ടി വരും.
കിടാക്ക് പോകുന്നില്ലല്ലോ ബേജാറ്. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കി ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ 3/4 മണിക്കൂർ വേണമെന്നില്ല, ഒരു 1/2 മണിക്കൂർ കഴിയട്ട്. വലിയോർ തന്നെ പോകുന്നുണ്ടാവും മൊബൈൽ എടുത്തിട്ട്. ഹലോ ഹലോ കേൾക്കുന്നില്ല വരാ കേൾക്കാനോ ഫോണെ വന്നിട്ട് ഇത് പണി ഇത് പോകാൻ വേണ്ടിയിട്ടുള്ള കണി. ഓൻ വിചാരിച്ചു ഓന് മാത്രം മൂക്കുള്ള ഞങ്ങൾക്കിടെ തരിമൂക്കുണ്ടെന്ന് ഓൻ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പൊ കിടാ ഞാനാ നിങ്ങൾ ആടുന്നെ വിളിച്ചങ്ങോ ഇവിടെ കണ്ടു വിളിച്ചങ്ങായി ഞാൻ പേടിച്ചു. ഈ ലോകത്ത് ജീവിക്കുമ്പോ മനുഷ്യൻ അവൻ്റെതാ കൂട്ടുജീവിതമാണ്. അവന് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. എനിക്കാണെങ്കിൽ ഈ ലോകത്ത് ഒറ്റയ്ക്ക് ജീവിക്കാനേ സാധ്യമല്ല. എന്റെ വസ്ത്രങ്ങൾ ഏതോ ഒരാൾ തുന്നിയതാണ്, ഈ മൈക്ക് ഏതോ ഒരാൾ കൊണ്ടുവച്ചതാണ്, ഞാൻ ഇവിടേക്ക് വരാൻ ഏതോ ഒരാൾ വിളിച്ചതാണ്, ഞാൻ ഈ പറയുന്ന ഇൽമ ഏതോ ഒരാൾ പകർന്നു തന്നതാണ്. എല്ലാം മറ്റുള്ളവരുടെ സഹായത്തോടെ, അല്ലാതെ എന്നെ കൊണ്ട് ഒറ്റക്ക അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒറ്റക്ക ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമേ അല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരെ അല്ല പഠിച്ചത് സാമൂഹിക ജീവിയായിട്ടാണ്. അവന് കുടുംബമുണ്ട്, അവന് ചങ്ങാതിമാരുണ്ട്, അവന് പാർട്ട്ണർമാരുണ്ട്, അവന് നാട്ടുകാരുണ്ട്, അവന് മഹല്ലത്തുകാരുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്. ആ നിലക്കാ മനുഷ്യർ പടക്കപ്പെട്ടത്. എന്നാലും അല്ല പറഞ്ഞു മനുഷ്യരെ വിളിച്ചിട്ട് നിങ്ങൾ കുടുംബത്തോടെ കഴിയണം, സന്തോഷത്തോടെ കഴിയണം. നിങ്ങൾ നോക്കൂ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സ്വർഗ്ഗലോകത്ത് പഠിച്ചു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മനുഷ്യൻ ഒറ്റക്കായിരുന്നു സ്വർഗ്ഗലോകത്ത്. കോടാന കോടി മലായികത്തിങ്ങൾക്കിടയിൽ ഒരു മനുഷ്യനും ഒരു ജിന്ന് വർഗത്തിൽപ്പെട്ട പിന്നൊരുത്തനും. ബാക്കി എല്ലാവരും മലായികത്തിങ്ങൾ. നാലാമത്തെ ഒരു ജാതി ആടെ ഇല്ല, എല്ലാം മലായികത്തിങ്ങൾ തന്നെ. മനുഷ്യനായിട്ട് ആദം നബി അലൈഹിസ്സലാം, അന്ന് ആദം നബി അല്ല, സ്വർഗ്ഗലോകത്ത് ആദം നബി അല്ലല്ലോ, ഭൂമിയിലേക്ക് വന്നിട്ടല്ലേ നബി ആയിന് അല്ലേ. പണ്ട് ശംസുൽ ഉലമാ മഹാനവർ റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി, മഹാനർ ആദം നബി അല്ല എന്ന് പറഞ്ഞാൽ ആ ആദം നബി അല്ല. അതിനെ ബയ്യ കുറെ ഫിത്തനക്കാർ കണ്ട ഈ കെ ശംസുൽ ഉലമാ ആദം നബി അല്ലാൻ ചൊല്ലിനി വഹാബിയായി. നബി അല്ലാൻ ചൊല്ലെങ്കിൽ വഹാബിയാ, എന്താ ഗാഫറാണ്ട് ചെല്ലോനെ മണ്ടയില്ല. ആട്ടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഭൂമിയിൽ വന്ന ആദം നബി അല്ല എന്ന് ശംസുൽ പറഞ്ഞിട്ടുമില്ല. സ്വർഗ്ഗലോകത്ത് നബിയും ഇല്ല, ഒന്നുമില്ല. അവിടെ ആദം നബി ആയിട്ട സ്വർഗ്ഗലോകത്ത് ആദം നബി. ആർക്ക് നബിയായിട്ട് ദുനിയാവിലല്ലേ. ഇത് തിരിയാനുള്ള കൊണ്ട് മറ്റുള്ളവന് വേണ്ടേ? അത് ആര് നിങ്ങൾ എന്നോട് കേൾക്കണ്ട, നാളെ ഫോൺ ആക്കിയിട്ട് കേൾക്കും ഞാൻ ചെല്ല. അത് ആര് ചെല്ലീനേന്ന് ചെല്ലിന് മാത്രല്ല എഴുതിന് മുക്കില് എഴുതിനോർ ചെല്ലിനെങ്കിൽ പിന്നെ ഒപ്പിച്ചിറാഞ്ഞ് ഞാൻ ചെല്ലിയതല്ല, എന്റെ വോയിസ് ഫാക്ക് ഹൂക്കൂന്നല്ലോ. ഇത് എഴുതിന് ശംസുൽ ഉലമാ ആദം നബി അലൈഹി സ്വലാമിനെ നബിയല്ല എന്ന് പറഞ്ഞ് ശംസുൽ ഉലമാ ആരാണ് മഹാൻ? എന്റെ വിഷയതല്ല. അല്ലാഹു തആല അവരുടെയൊക്കെ പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ മദതും ബർക്കത്തും അവരുടെ സഹായവും അവരുടെ പൊരുത്തവും അല്ലാഹു നമുക്കും വേണ്ടപ്പെട്ടവർക്കും രണ്ടു ലോകത്തും നൽകട്ടെ. ആദം നബി അലൈഹി സ്വലാം എന്ന മനുഷ്യന് ഒറ്റക്ക. പിന്നെ എല്ലാ മലായികത്തീങ്ങള് അവർക്കെല്ലാവർക്കും അവിടെ ഉസ്താദായിട്ട് ജിന്നു വർഗത്തിൽപ്പെട്ട ഇബ്ലീസ് വകാന മിനൽ ജിന്നി. ആ ചങ്ങായി മനുഷ്യനല്ല മലക്കുമല്ല, ജിന്നു വർഗത്തിൽപ്പെട്ട മാത്രം ആൾ ഭയങ്കര ഉഷാറായനെ കൊണ്ടനല്ലേ ജിബ്രീലിനും മീകായിലിനും മറ്റവർക്കെല്ലാം ഉസ്താദായിന്. എന്തും തിരിയാത്തവനെ അറിയാത്തവനെ ഉസ്താദാക്കോ? എന്ത് താങ്കടമായിട്ട് പിള്ളമാർക്ക് ടീച്ചറാക്കുന്നത്? ഇവിടെ ഞങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കിടാക്കനെ ഒരു ഉസ്താദിനെ വെക്കുമ്പോ നിങ്ങൾ എന്തെല്ലാം കേട്ട കമ്മിറ്റിക്കാർ? ഉസ്താദ് ആഷിം ദാരിമി ഉസ്താദ്, നിങ്ങൾ ആഴ്ച മൊയിലാർക്ക് ഹിസ്ബുണ്ടാ, ട്രെയിനിങ് ഉണ്ടാ, MSR ഉണ്ടാ, പിന്നെ അതുണ്ടാ ഇതുണ്ടാ കേട്ടിട്ട് ഇത്രക്കുള്ള ഞങ്ങളെ കിടാവിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിപ്പിച്ച ഉസ്താദിന് അത്ര കണ്ട് യോഗ്യതയും ക്വാളിഫിക്കേഷനും നിങ്ങൾ കേട്ടണമെങ്കിൽ അള്ളാന്റെ വലിയവരായ മലായികത്തീങ്ങളെ പഠിപ്പിക്കാൻ ഉസ്താദായിട്ട് ഈ ഇബ്ലീസിനെ അല്ലാഹു വെക്കുമ്പോ അള്ളാഹുവിന്റെ എന്തെല്ലാം യോഗ്യത നോക്കിയിട്ടുണ്ടാവും. ആരും കിട്ടാത്ത വെച്ചിട്ടോനെ ഒപ്പിച്ചതാ.
അല്ലല്ലോ, നല്ല പാണ്ഡിത്യമുണ്ട്. ആലിമല്ല, അല്ലാമയാണ്, അപാര പാണ്ഡിത്യത്തിന്റെ ഉടമയാണ്. അവൻ ജിന്നവർഗത്തിൽപ്പെട്ടവനായിരുന്നു. മലായികത്തീങ്ങളടക്കമുള്ള എല്ലാവർക്കും ഉസ്താദായിരുന്നു. ഇരിക്കട്ടെ, അവിടെ മനുഷ്യനായിട്ട് ആദം ഒറ്റക്കാണ്. എന്തോ ഈ ചങ്ങായിയെ കുരുത്തക്കേടൊപ്പിച്ച് നിങ്ങൾ എന്നെ നോക്കി, നിങ്ങൾ അതിന്റെ ഇടയിൽ വേറെ നോക്കിയിരുണ്ട. നിങ്ങൾ സ്വർഗത്തിന്റെ തോപ്പിലാണ് എന്ന ബോധം വേണം. നിങ്ങളെ ഇടന്നും വലതും മുന്നിലും പിന്നിലെല്ലാം മലായികത്തീങ്ങളുണ്ട് എന്ന ബോധം വേണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ കൂലി കിട്ടുന്ന അമലാണ് എന്ന ബോധം വേണം. ഇപ്പൊ നിങ്ങൾ അതിന്റെ ഇടയിൽ അതിൽ നോക്കുന്നീല നോക്കുന്നൊന്നും വേണ്ട. കിടാക്കളൊന്നും ഇങ്ങോട്ട് വിടാണ്ടേനാ അല്ലേ? അപ്പൊ യശീറിന് കൊടുക്കുമ്പോൾ അവിടെ ലൈനിപ്പിച്ചെങ്കിലേ കിടാക്കൊന്നും വയൽ പോകണമെന്നില്ല. അവരല്ലെങ്കിൽ ഓൾറെഡി സ്വർഗത്തിലല്ലേ. ഇവിടെ വലിയോനെ വന്നിട്ടില്ല വയലാക്ക, പിന്നെ കിടാ വന്നിട്ടിരുന്നു. ഹലോ സാർ, വലിയോർ വന്നില്ലേ? നിങ്ങളല്ല, വലിയോർ വന്നിനി എന്നെങ്കിലോ. ഈ എത്ര വലിയ മഹല്ലേ, എത്ര പേരുണ്ട്? പിന്നെ 100 പേരുള്ളോടെ ഏതായാലും ഒരു 60-70 ബാല്യക്കാരുണ്ടാവേലേ, ഒരു 10-100 വയസ്സന്മാരുണ്ടാവേലേ. അൽഹംദുലില്ലാ, ഞങ്ങളെ മജ്‌ലിസ് ഭംഗി. ഞാൻ നിങ്ങളെ ഉറവറിയല്ല. ഈ കിടാക്കളെ ഇങ്ങനെ അയച്ചോട്ടിരിക്കട്ടെ, നമുക്കതൊരു വിശ്വാസമാണ്. നിങ്ങൾ ചെല്ലോ, ഇയാളെന്താ ഇത്ര ചൂടില്, BP ഒന്നും ഇല്ല അബീബേ. ഞമ്മ നല്ല സമാധാനത്തിന്റെ ആള്. നമുക്ക് വലിയൊരു മുറാദുണ്ട്. ഈ നല്ലൊരു ടൈമിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പഠിപ്പിക്കണോ, എനക്ക് പഠിക്കണോ, അത് 2 ലോകത്തും ഉപകാരപ്പെടണോ. അത്രേ നിയത്തുള്ളൂ, വേറെ നിയത്തൊന്നുമില്ല. നല്ലവരായിട്ടൊന്നും ഞങ്ങൾ ഇനി വന്നിട്ടുമില്ല. ഞങ്ങളെക്കാളും നല്ലവർ താഴെയുണ്ട്, മേലെയുണ്ട്. അല്ലാഹു മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ. അതാ ഇബ്ലീസ്, അവന്റെ പണ്ടത്തെ പേര് ഇബ്ലീസ് എന്നല്ല, അസാസിൽ. അവന്റെ ഒറിജിനൽ പേരാണ്, നെയിം ചേഞ്ച് ആക്കിയത്. അസാസിൽ, അസ്രായിലിന്റെ ഉസ്താദ്, ജിബ്രീലിന്റെ ഉസ്താദ്, എല്ലാ മലായികത്തീങ്ങളും ഉസ്താദ്. അവിടെ അങ്ങനെ നല്ല ഉസ്താദ് മാത്രമല്ല, ആ ചങ്ങായി അള്ളാഹ്ക്ക് നല്ലോണം സുജൂദ് വിട്ട് സ്വർഗത്തിൽ. ആ ചങ്ങായി സുജൂദ് ഇടാത്ത 1 ഇഞ്ച് സ്ഥലം സ്വർഗത്ത് ബാക്കിയില്ല. നമ്മളെ പോലെ ആട്ടിക്കൊരിക്ക പുണ്യമൊരിക്ക വള്ളിക്കൊനല്ലോ. എപ്പോഴും സുജൂദ്. ഞമ്മ ഇൻഷാ അല്ലാഹ് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം റമദാനിൽ വന്നിട്ട് പോയിനോ, 3 കഴിയുമ്പോൾ വന്നിട്ട് മറ്റത് വരും. ഇതിന്റെ ഇടയിൽ 9 വന്നിട്ടില്ല. അങ്ങനല്ലോ, നല്ലോണി പാത്രത്തിൽ നല്ല ഉഷാറില്ല. അങ്ങനെ എന്താക്കി, ഒരവസരം അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാമിനെ അല്ലാഹ് പഠിച്ചു. അല്ലാഹ് പറഞ്ഞ് കുറെ വസ്തുക്കളെല്ലാം ശേഖരിച്ച് അല്ലാഹ് പഠിച്ചിട്ട് പറഞ്ഞ്, ഇതിന്റെ പേരൊന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക മലായികത്തീങ്ങളോട്. മലായികത്തീങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. പഠിച്ചോനെ, നീ പഠിപ്പിച്ചതല്ലാത്ത ഒരു ഇൽമ, ഒരു അറിവ്, ഒരു നോളജ് ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾ എങ്ങനെയാ ഇതിന്റെ പേര് പറയണ്ടേ? അപ്പോഴാണ് ആദം എന്ന മനുഷ്യനെ വിളിച്ചിട്ടല്ല പറയുന്നത്, ആദമേ, ഇതിന്റെ പേരും വിവരവും പറഞ്ഞു കൊടുക്ക, ഇതിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി പറഞ്ഞു കൊടുക്ക. ആദം നബി അലൈഹിസ്സലാം മണിമണിയായിട്ട് പറഞ്ഞ നേരം മലായികത്തീങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു. അപ്പൊ അല്ലാഹ് മലായികത്തീങ്ങളോട് പറഞ്ഞു, ഇപ്പൊ ആദം നിങ്ങളെ ഉസ്താദായി, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ച ആളായി. അതുകൊണ്ട് ആദമിനെ ബഹുമാനിക്കണോ. ഉസ്താദല്ലെന്ന് അറിഞ്ഞിട്ട് 3000 ശമ്പളം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒപ്പിക്കണ്ട. ആലിമല്ലേ, ഉസ്താദല്ലേ, നല്ലോണം ആദരവ് വേണം, ബഹുമാനം വേണം. അതുകൊണ്ട് നിങ്ങൾ ബഹുമാനിക്കണം എന്ന് പറഞ്ഞപ്പോ, തല കുടിക്കണോ എന്ന് പറഞ്ഞപ്പോ, എല്ലാ മലായികത്തീങ്ങളും ഫസജദൽ മലായിക, എല്ലാ മലായികത്തീങ്ങളും ആദം അലൈഹിസ്സലാമിനെ ബഹുമാനിച്ചു, താണു വണങ്ങി, അള്ളാന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടു. ഇല്ലാ ഇബ്ലീസ്. ഇങ്ങെന്തോ വാട്സപ്പിൽ ആഡാക്കിനല്ലേ, എന്ത് മുണ്ടുന്നേ ഇല്ല. ഇല്ലാ ഇബ്ലീസ്. ഇത്ര സൗണ്ട് ഉണ്ടാ? അപ്പൊ ഞാൻ ഫസ്റ്റ് ചെല്ലുമ്പോ നിങ്ങൾ ഇല്ല, ഞാൻ പറഞ്ഞു ചെല്ലിയ മതിയല്ലോ, കേക്കണോ? ഇല്ലാ ഇബ്ലീസ്. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല, ഇബ്ലീസ് ബഹുമാനിച്ചില്ല. അല്ലാഹുവോനോട് പറഞ്ഞെന്തറിയാ, 1000-ലെ 14,000 ആണ്ട്. എത്ര? 1 അല്ല 2 അല്ല 100 അല്ല 1000 അല്ല, 14,000 ആണ്ട് സ്വർഗത്തിൽ അല്ലാഹുക്ക് സുജൂദ് ഇട്ടവനാണ് അസാസിൽ. 14,000 ആണ്ട്, 14,000 വർഷ. 1 അല്ല 2 അല്ല,
അവന്റെ അത്ര കണ്ടുള്ള ഇബാദത്തല്ല ബാത്തിലാക്കി, അവന്റെ അമലല്ല പൊളിച്ചു കളഞ്ഞു, അവന്റെ ഇൽമല്ല എടുത്തു കളഞ്ഞു. അവനോടല്ല പറഞ്ഞു കടക്ക പുറത്ത്, പോ പുറത്ത്, ഫഖുർജ ഫഇന്നക റജീം, കടക്ക പുറത്ത്, പോ പുറത്ത്. എന്തേ ഓനെ പുറത്താക്കാൻ കാരണം? ഓന്റെ നിസ്കാരം, ഓന്റെ സുജൂദ് ശരിയാവാഞ്ഞിട്ടല്ല, ഓന്റെ സുജൂദ് കുറഞ്ഞതുമല്ല, ഓന്റെ ഇൽമ കുറഞ്ഞതുമല്ല. പിന്നെയ ബഹുമാനിക്കപ്പെടേണ്ട ആളെ ബഹുമാനിച്ചില്ല. ഇപ്പൊ പള്ളി, മദ്രസ, ഇങ്ങനത്തെ മജ്ലിസിലെല്ലാം, ഇങ്ങനത്തെ മജ്ലിസുകളോടെല്ലാം നല്ല ബഹുമാനം പോണം. ഇത് കുട്ടിക്കളിയല്ല. പള്ളിനോട് എന്റെ കുറ്റം ചോദിച്ചാക്കേണ്ടിയല്ല. ഇത് ബജാറിൽ വേണമെങ്കിലും പൊരൻ്റെ വേണമെങ്കിലും പോയി ചെന്നെന്ന് പറഞ്ഞാൽ നീ പള്ളിൻ്റെ അടക്കം വാങ്ങ. ഇത് പള്ളി എന്താ ക്ലബ്ബാ? പള്ളിൻ്റെ അടക്കാനാണ്. പള്ളിൻ്റെ അവിടെ മിണ്ടാനേ കയ്യ, പള്ളിൻ്റെ അവിടെ മാടി കുത്തി നടക്കാൻ കയ്യ, പള്ളിൻ്റെ അവിടെ മൊബൈൽ ചെല്ലാൻ കയ്യ, പള്ളിൻ്റെ അവിടെ കൂറ്റും കോച്ചാക്കാൻ കയ്യ, മജ്ലിസ് അങ്ങനെ തോന്നിയ പോലെ ഇരിക്കാൻ കയ്യ, തോന്നിയ പോലെ എണീക്കാൻ കയ്യ, തോന്നിയ പോലെ പോവാൻ കയ്യ. അതിനോട് നല്ല ബഹുമാനം വേണം. എല്ലാം പോയില്ല ഓന്റെ അവല. ബഹുമാനം ഇല്ലാതെ പോയപ്പോ എല്ലാ അമലുമല്ല എടുത്തു കളഞ്ഞു. കാലാകാലം അവനെ ശപിച്ചു വിട്ടു. കാലാകാലം നിന്റെ മേലെ എന്റെ ലാനത്തുണ്ട്, ശാപമുണ്ട്. നീ ഇനി നന്നാവല, നിനക്ക് മാപ്പില്ല, തൗബയില്ല, നിനക്കിന് സ്വർഗപ്രവേശനമില്ല. അവനെ പുറത്താക്കി. എന്റെ വിഷയം പറഞ്ഞ ഓനെ പുറത്താക്കിയിട്ടായ പിന്നെ ആദം നബി അലൈഹി ഇസ്ലാമിന് മുണ്ടാനും വിഷയാക്കാനും കുസാളാക്കാനും ആടെ ഒരാളില്ല. എടെ എടെ സ്വർഗലോകത്ത്. കാരണം ഓൻ്റെ നല്ല കമ്പനി ആയിട്ടുണ്ടായി. മറ്റൊരു മാച്ചാന്നില്ല, മലായിക്കത്തിങ്ങ മാച്ചല്ല. കാരണം അവർ മനുഷ്യന്മാരെ പോലല്ലേ, അവർക്ക് വികാരങ്ങളില്ല, വിചാരങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എന്തല്ല മാച്ചാന്നില്ല. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കുറച്ചെങ്കിലും ഒരു ടൈം പാസ് ഓന ഉണ്ടായി. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അപ്പൊ ഇത് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറയുന്നതാണ്. ഇത് ഡിങ്കന്റെ കഥയല്ല, ഇത് തോന്നിയത് വിളിച്ചു പറയുന്നതല്ല. മഹാനായ ഇബ്നു അബ്ബാസ്, ഇബ്നു മസ്ഊദ്, വനാസിം മിനസ് സഹാബ, എത്രയോ സഹാബികൾ ഉദ്ധരിച്ച ഹദീസാണ്. അതേ, ലമ്മാ ഖറജ ഇബ്ലീസ് മിനൽ ജന്ന, ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയ നേരം, ആസ്കനാദമു അൽ ജന്ന, ആദം അതാ സ്വർഗ്ഗത്തിൽ അങ്ങനെ താമസിക്കുന്നു. ഫബകാ ഫീഹാ വഹദ, സ്വർഗ്ഗത്തിൽ ഒറ്റക്കായി. ഇനി വിഷയാക്കാനും കുറ്റാക്കാനും ആളില്ല, ഉണ്ടാനും നേരം പോക്കാക്കാൻ ആളില്ല. വമാ കാന മഅഹു മൻ യസ്തഇനിസു ബിഹി, ആദം നബി അലൈഹി ഇസ്ലാമിന് നേരം പോക്കിന് കൂട്ടിന് പറ്റിയ ഒരാൾ അവിടെ വേറെയില്ല. മഹാനർ വല്ലാത്ത ടെൻഷനിലായി. സ്വർഗലോകത്തും അങ്ങനെ ടൈം പാസിന് ആള് വേണോ? പിന്നെ മനുഷ്യന്മാർക്ക് കൂടെ ടെൻഷൻ ഇല്ലാണ്ടിരിക്കുക. സ്വർഗലോകത്ത് ആദമിന് ഏതാ ടെൻഷനായി? ഇത് തഫ്സീർ റാസിയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഫാൽഖല്ലാഹു തആല അലൈഹി അന്നൗമാ, ആദം നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല ഒരു വറക്കിട്ട് കൊടുത്തു, ഭയങ്കരമായൊരു വറക്ക്. ആ വറക്കിയ നേരത്ത് ആദം നബി അലൈഹി സ്വലാമിന്റെ ഇടതു ഭാഗത്ത് ഒരു വളഞ്ഞ വാരിയല്ല ജീവനോടല്ല ഊരിയെടുത്തു. ആ എല്ല് ഊരിയെടുക്കുമ്പോ ആ എല്ലിന് ജീവൻ ഉണ്ടായി. അതുകൊണ്ടാണ് ജീവനുള്ള സാധനം എന്ന അർത്ഥത്തിലാണ് ആ എല്ലുകൊണ്ട് പടക്കപ്പെട്ട പെണ്ണിന് ഹവ്വ, ഹയ്യത്ത്, ഹവ്വ, ഹവ്വ എന്ന പേര് വന്നു. ഉറങ്ങിയ സമയത്ത് ഇടത്ത ഭാഗത്തെ വാരിയല്ല. നിങ്ങൾ നോക്കി, നമ്മൾ ആസ്പത്രിയിൽ കൊണ്ടുപോയിട്ട് നമ്മളെ പുറം ഭാഗത്ത് ഒന്ന് സ്കാനിങ് ആക്കിയെങ്കിൽ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് വാരിയല്ലില്ല, ഇടത്ത ഭാഗത്തൊന്ന് കമ്മിയുണ്ട്. അതെന്തേനെ? ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കല്ല. എന്തേനെ ചെതളിന്നിട്ട് പോയിനാ? ഇല്ല ഇല്ല ഇല്ല, അതല്ല ഊരിയെടുത്തോ. ഊരിയെടുത്തിട്ട് ആ ജാഗലല്ല ഇറച്ചി ഫില്ല് ചെയ്തോ. എന്നിട്ട് ആ പെണ്ടായ വളഞ്ഞ വാരിയല്ലിൽ നിന്നിട്ട് അല്ലാഹു ഹവ്വ എന്ന പെണ്ണിനെ പടച്ചു. ആദം നബി അലൈഹി സ്വലാം ഉറക്കലാണ്. ആദം നബി സംഗതിയെ അറിയാല. അങ്ങനെ ഉറക്കിയില് ഉറങ്ങിയിട്ട് ഇങ്ങനെ കണ്ണ് തുറക്കുന്നതിന് നോക്കുമ്പോ
തലൻ്റെ ഒരു സുന്ദരിയായ പെണ്ണ്. അങ്ങനത്തെ ഒരു ജാതിനെ ഒരു സാധനത്തിനെ കാണുന്നുണ്ട് ഫസ്റ്റ്. സ്വർഗത്തിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ട മഹാൻ കണ്ടിട്ടില്ല. ഇത് ഫസ്റ്റ് കാണുന്ന അത് എന്തോ ഒരു ഗ്ലാമർ, ചന്തത്തിന്റെ കുട്ടി, അങ്ങനത്തെ ഒരു പെണ്ണ്. മഹാൻ അത്ഭുതത്തോടെ കേട്ട്, നീ ആര്? മന്നന്തി. മഹദി പറഞ്ഞു, കാലത്ത് ഞാനൊരു പെണ്ണ് എന്ന് പറഞ്ഞു. ഐ ആം ലേഡി, ഒരു പെണ്ണ്. നീ എന്തിന് വന്നേ? നിന്നെ എന്തിന് പഠിച്ചേ? നീ ആര്? അപ്പൊ മഹദി പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനത്തിന്, റാഹത്തിന്, സന്തോഷത്തിന്, നിങ്ങൾക്ക് സമാധാനത്തിന്, റാഹത്തിന്, സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല എന്നെ പഠിച്ചതാണ്. പേരെന്ത് എന്ന് ചോദിച്ചപ്പോ ഖാലൂ മലായികത്തിങ്ങളാണ് ആൻസർ പറഞ്ഞ ഹവ്വാ. പേര് ഹവ്വാന്ന് ഇരിക്കട്ടെ. അങ്ങനെ സ്വർഗലോകത്ത് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് സമാധാനം കൊള്ളാനും ശാന്തി കൊള്ളാനും റാഹത്ത് കൊള്ളാനും അതേ എല്ലാം കൊണ്ട് നല്ല ജീവിതത്തിനു വേണ്ടിയിട്ടാണ് പെണ്ണായ ആദമിനെ സ്വർഗത്തിൽ പഠിച്ച. അത് ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞല്ലോ, യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദമേ, നീയും നിന്റെ പെണ്ണും സ്വർഗത്തില് സന്തോഷത്തോടെ കഴിഞ്ഞു. ഉസ്കുൻ ഉസ്കുൻ ജലങ്ങന്ത് സക്കന യസ്കുനു മസ്കൻ തസ്കുൻ. എന്താ ഇതിന്റെ അർത്ഥം? മസ്കൻ ജലങ്ങന്ത് എന്താ? തസ്കുൻ ജലങ്ങന്ത് മസ്കൻ ജലങ്ങന്ത്. ഞമാ അർത്ഥം വെക്കും അല്ലേ, വീട്, ഹൗസ്. മസ്കൻ സംഗതി പോരെ തന്നെ. എങ്ങനത്തെ ഏത് പോരാ? ഞാൻ അതിന് എല്ലാത്തിനും പോരെന്നർത്ഥം വെച്ചങ്ങാവല്ല. അങ്ങനെ നോക്കിയെങ്കിൽ ദാറ് പോരെ, ബൈത്ത് പോരെ, മൻസില് പോരെ, മസ്കന് പോരെ, എല്ലാം പോരെ. വീട് എല്ലാം വീടാവോ? അതിന്റെ അർത്ഥത്തോടു കൂടി അതിന്റെ ആശയം പറഞ്ഞ അർത്ഥം പറഞ്ഞു. എന്തേ മസ്കന് ചെല്ലെങ്കില്? മസ്കന് ചെല്ലെങ്കില് സമാധാനത്തിന്റെ ജാഗ. അപ്പൊ പോരൻ ചെല്ലെങ്കില് തല്ലുകൂടാനുള്ളതല്ല. അപ്പൊ ഭാര്യ സമാധാനത്തിനുള്ളത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, അള്ളാഹിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. അള്ളാഹു അതാ നിങ്ങളിൽ നിന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി സമാധാനത്തിന്, ലിതസ്കുനൂ ഇലൈഹാ, റാഹത്ത് കൊള്ളാൻ, സമാധാനം കൊള്ളാൻ, നല്ല സമാധാനത്തിന്റെ ജീവിതം നടത്താൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്നിട്ട് ഒരു ഇണയ, ഒരു തുണയ അല്ലാഹു പടച്ചു. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല അളവറ്റ സ്നേഹവും കൃപയും ഇട്ടു തന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഇതിൽ വലിയ പാഠമുണ്ട്. നോക്കൂ, നിങ്ങൾ ഏതോ ഒരു പെണ്ണായിരുന്നു അവൾ, ഏതോവരാണായിരുന്നു ഞാൻ. എന്നിട്ടൊരു സുപ്രഭാതത്തില് രണ്ടാളും അതാ കൈ കൊടുക്കുന്നു, യോജിക്കുന്നു, നിക്കാഹ് എന്ന ഹലാല കർമ്മത്തിലൂടെ വന്നിക്കുന്നു. അങ്ങനെ വന്നിച്ചപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കിടയിൽ സ്നേഹം കൂടുന്നു, പിരിശപ്പാട് കൂടുന്നു, ആദരവ് കൂടുന്നു, അംഗീകാരം കൂടുന്നു. ഒരു സെക്കൻഡിൽ എന്റെ ഓള് ഉദാഹരണോ മങ്ങാലായിട്ടില്ല, എനക്കറിയില്ല, ഓക്കെ എന്നെ അറിയില്ല, ആർക്കും അറിയാല. നിങ്ങളതും അങ്ങനെ ഒരു നാക്കി പിന്നെ ബസ്സിൽ പോകുമ്പോ പരപ്പല ആരോ തോണ്ടിനോ ഓളെ, ബസ്സില ബസ് സ്റ്റാൻഡില ഇങ്ങനെ ഉദാഹരണം ചെന്നു. ഞാൻ കെട്ടിയിട്ടുമില്ല, കെട്ടുന്ന പെണ്ണെന്ന് ഫിക്സ് ആയിട്ടുമില്ല. ഓൾക്കും അങ്ങനെ, നിങ്ങൾ കെട്ടുന്ന നിങ്ങൾ അവളെ മാപ്പിളന്നോ ഭർത്താവുന്നോ അല്ലെങ്കിൽ നാളെ മറ്റൊന്ന് മങ്ങാലാവുന്നോ ഓക്കും അറിഞ്ഞിട്ടില്ല. ഏതായാലും പോയ കുടുംബശ്രീന്റെ മീറ്റിങ്ങിന് പോയതാ അല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയതെന്ന് അറിയാല. പോയിട്ട് അവിടെ നിൽക്കുമ്പോ ബസ് സ്റ്റാൻഡിലെ ബസ്സിൽ ആരോ തോണ്ടിനെടുത്തോ. ആ തോണ്ടുമ്പോ ആൾക്കാർ കണ്ടു, കൂറ്റായി ഗൗജായി ഭയങ്കര വിഷയാന്നുണ്ടായിന്. അപ്പൊ ഞാനും നിങ്ങൾ നോക്കിന് എന്ത് കൂറ്റി എന്താ വിഷയം, എന്താണ് അതാരോ തോണ്ടിയോലോ അത്ര അല്ലേ അല്ലേ. ഞാൻ പോയില്ലേ, എന്തു ഇടപെട്ട? ഇനി ഇടപെട്ട അങ്ങനെ വേറെ കുറെ ഇടപെട്ട ഇല്ലെന്തേ? ആരോ ഒരുത്തും തോണ്ടി. അനിപ്പോ ഞാൻ ഇല്ലേ, അതേ പെണ്ണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്റെ ഭാര്യയായി, അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യയായി.
എന്നിട്ട് ആ പെണ്ണിന് ഇതേ ബസ് സ്റ്റാൻഡിലോ മറ്റോ ആരോ ഒരാൾ തോണ്ടിയെന്നിരിക്കട്ടെ, എന്തായിരിക്കും ഞങ്ങളെ പ്രതികരണം? എന്തായിരിക്കും ഞങ്ങളെ ഇടപെടല്? എങ്ങനെയായിരിക്കും ഞങ്ങൾ കൈകാര്യം ചെയ്യാല്? അതാണ് ആരോ ഒരുത്തി, ആരോ ഒരാള്, ആരോ ഒരുത്തന്. എന്നിട്ടതാ ഒരു സുപ്രഭാതത്തിൽ അവർ ഹലാലായ വിവാഹത്തിൽ ഏർപ്പെട്ടപ്പോ വജഅല ബൈനകും മവദ്ദതം വറഹമ, അളവറ്റ പിരിശപ്പാടും സ്നേഹവും കാരുണ്യവും അല്ലാഹ് ഇട്ടുകൊടുക്കുന്നു. പിന്നെ അവർക്ക് അകലാൻ കഴിയില്ല, മറക്കാൻ കഴിയില്ല, പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അതാണ് ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത്. സമാധാനത്തിനുള്ള ജീവിതത്തിനാണവർ, റാഹത്തിനുള്ള ജീവിതത്തിനാണവർ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബാല്യക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ബാല്യക്കാരെ, യാ മാഇശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. ബാല്യക്കാരെ വിളിച്ചിട്ട് അല്ലാഹ് പറഞ്ഞു, മംഗലം കഴിക്കാൻ നല്ല ആവതും ആഗ്രഹവും ആശയവും ഉണ്ടെങ്കിൽ നല്ലൊരു മംഗലം കഴിച്ചോളണോ. അല്ല ഉസ്താദ്, കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലേ, എന്റെ ഓളന്ന് മേങ്ങിരി കെട്ടാൻ തീരുമാനിച്ചില്ല. നീ കെട്ടണ്ട. ഓള പൈസ മേങ്ങിയിട്ട് കാശിപൊന്ന് പണ്ടം മേങ്ങിയിട്ട് നീ കെട്ടണ്ട. അങ്ങനെ കെട്ടണമെന്ന് തീരെ പറയുന്നില്ല. വാങ്ങിക്കോ, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ല. നന്നായിട്ട് കേട്ടോ. വാങ്കിഹുൽ അയാമ മിൻകും വസാലിഹീന മിൻ ഇബാദിക്കും വഇമായിക്കും, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് നല്ല സ്വാലിഹീത്തുകളായ പെണ്ണുങ്ങളെ, നല്ലവരായ പെണ്ണുങ്ങളെ നിങ്ങളെ കല്യാണം കഴിച്ചോളൂ. കാശില്ലാലോ പൈസയില്ലാലോ എന്ന ടെൻഷന് വേണ്ട. നിങ്ങൾ പാവങ്ങളാണെങ്കിൽ, ഫക്കീറന്മാരാണെങ്കിൽ, സാധുക്കളാണെങ്കിൽ അല്ലാഹു നിങ്ങളെ പണക്കാരനാക്കും. നിങ്ങൾ പൈസയില്ല പൈസാട്ട് എന്ന് പറഞ്ഞിട്ട് മംഗലല്ലേട്ടാക്കണ്ട. സമയമായാൽ ഒത്തുവന്നാൽ നല്ല മാച്ച് ഉള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഹൈറാണെന്ന് തോന്നിയാൽ കെട്ടിച്ചോളൂ, കെട്ടിക്കോളൂ. പരിശുദ്ധ റസൂലുള്ളാഹ്. ഞാൻ ഇപ്പൊ പൈസ വാങ്ങാക്കുന്ന ചില മനുഷ്യന്മാര്, ചില ആൾക്കാർ പൈസ വാങ്ങാത്തില്ല. കുറച്ച് പൈസ ഉണ്ടോ എന്നെങ്കിലും അവിടുന്ന് കുറച്ച് കിട്ടണോ, അവിടുന്ന് ഓളം കാശുവന്നി. ചില ബാലക്കാർക്ക് അവളത് കിട്ടണമെന്നില്ല, അയാൾ കാശൊന്നുമില്ല. ബാലക്കാരന് പുതിയാപ്പിള കാശൊന്നുമില്ല. കാശി പൊന്ന് വേണമെന്നൊന്നുമില്ല. നല്ലൊരു പെണ്ണ് വേണം. നിങ്ങൾ ദ്വാരക്കണോ? പിന്നെ കാശി പൊന്നൊന്നും വേണ്ട, ആയെങ്കിലും ബാപ്പ വിടുന്നില്ല. മേങ്ങണോ? ബാപ്പ മേങ്ങാതെ വിടുന്നില്ല. ബാപ്പാടെന്നെ കെട്ടാ ചെല്ലി തീർന്നില്ലേ? അവിടെയാണ് നിന്റെ തന്റെ ഇടം കാണേണ്ടത്, അവിടെയാണ് നിന്റെ ആണത്വം കാണേണ്ടത്, അവിടെയാണ് നിന്റെ ഈമാന് കാണേണ്ടത്. ആ നിലക്ക് വിലപേശിയിട്ട് പൈസയും പണ്ടവും പറഞ്ഞിട്ട് കാശും പൊന്നും പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കണ്ട വാപ്പ, പെണ്ണ് തേടണ്ട വാപ്പ, പെണ്ണുമക്കളോട് അവരെ വീട്ടുകാരോട് അങ്ങനെ പറയല്ല വാപ്പ. അവർ തരുന്നതിന് തെറ്റില്ല, തരുമല്ലോ. എന്റെ മോളെ ഞാനൊരു ചെക്കനെ കെട്ടിച്ചു കൊടുക്കുമ്പോ എന്റെ മോളെ ഞാൻ ബേക്കറിക്ക് ബിസ്ക്കറ്റ് കൊണ്ടുവരാൻ അയച്ച പോലെ ആക്കോ. ഞാൻ എന്റെ മട്ടം പോലെ എല്ലാം എന്റെ പറയും, എന്റെ ചാളും എന്റെ പറമ്പും എന്റെ ആണ് കിടക്കൊക്കെ എന്റെ പിന്നായ പോലെ എന്റെ പെണ്ണ് കിടാവല്ലത് എന്റെ കയറിലല്ലേ ഞാൻ എന്റെ പെണ്ണൊക്കെ കിടത്തുവാ. പക്ഷെ നീ കണ്ടീഷൻ വെക്കണ്ട, ഇത്തര വേണോ. അത് മുള്ളേരുന്ന ആട് കൊണ്ടിരുന്നല്ല, അത് പെണ്ണ്. ഇത്തര കിട്ടണോ? നീ എന്ത് സുബ്രഹ്മണ്യത്ത് പോത്തനോണ്ടിരുന്നെയാ? കാശി നോക്കണ്ടെന്ന് പറഞ്ഞു. നീ കണ്ടീഷൻ വെക്കണ്ട, അത് ദീനല്ല, അത് ദീനല്ല. അവർ തരട്ടെ, അത് അവർ വിട്ട്, അത് അവർക്കുള്ളതാണ്. നീ നോക്കേണ്ടത് ദീന് നോക്കിയിട്ട് കെട്ടിക്കോ. നീ മാത്രമല്ല, വർത്തമാന കാലഘട്ടത്തിൽ ഇതേറെ പറയപ്പെടേണ്ടതാണ്. ഇന്ന് കണ്ട സ്ഥലത്ത് കോളേജ് കുമാരന്മാർ ലിങ്കാവുന്നു, അവരതാ പരസ്പരം മിണ്ടുന്നു, സംസാരിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് അവർ പിന്നെ ഭാര്യപദത്തിലേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്. മാസം തികയുന്നതിന് മുമ്പ്, വർഷം തികയുന്നതിന് മുമ്പ് അവരതാ ഡിവൈഡായിട്ട് പിരിയുന്നു, തല്ലുകൂടുന്നു. പണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കളർഫുൾ ലൈഫ്, അതല്ലെങ്കിൽ കണ്ണേ കർല എന്നുള്ള വിളി മംഗലം കഴിഞ്ഞ് പിന്നെ ഇല്ല. എന്തുകൊണ്ടില്ല?
എന്തുകൊണ്ടില്ല? അതിന്റെ മുമ്പ് തന്നെ ഹറാമിൽ തന്നെ തുടങ്ങിയത്. ഓൻ ചെല്ലാൻ പറഞ്ഞ ഉസ്താദെ പെണ്ണെല്ലാം നോക്കിയിട്ട് വെച്ചിന് അടുത്ത മാസം ഡിസംബർ, അടുത്ത മാസമല്ല, ഇനി എത്ര മാസം ഉണ്ട് ഡിസംബറിന്? ഇല്ലേ, 5-8 മാസം ഇല്ലേ ഉസ്താദ്? ഡിസംബറിൽ എൻഗേജ്മെന്റ്. ഡിസംബറിൽ എന്ത് വെന്റ്? എൻഗേജ്മെന്റ്. ഇന്നത്തെ ഡിസംബറിൽ മംഗലം. അപ്പൊ പിന്നെ ഇതിന്റെ ഇടയിൽ ഇപ്പൊ നീ ഊട്ടിക്കെല്ലാം പോയത് ഇത് എന്ത് വെന്റ്? ബേക്കളം ബീച്ചെല്ലാം ചുറ്റിട്ട് വന്നിട്ട് അവളെ കയ്യിൽ മൊബൈലെല്ലാം കൊടുത്തിട്ട് ഇതെന്ത്? ഇസ്ലാം അനുവദിച്ചതാണോ? പച്ച ഹറാമല്ലേ ഇത്? വ്യഭിചാരമല്ലേ? ആ വ്യഭിചാരത്തിലൂടെ തുടക്കം കുറിച്ച കാര്യം പിന്നീട് നീ ഹലാലാക്കിയിട്ട് തുടരുമ്പോ അവിടെ ബർക്കത്ത് മൈനസ് കാണുന്നു, അവിടെ എല്ലാ നിലക്കുള്ള കുരുത്തക്കേട് കാണുന്നു. പെട്ടെന്ന് പിരിയേണ്ടി വരുന്നു. ഇതിനൊരു വേള പിരിയേണ്ടി വന്നില്ലെങ്കിൽ തന്നെ അവിടെ തല്ല് മാറുന്നില്ല, ഗുലുമാല് മാറുന്നില്ല. വിരുസപ്പാടിലുണ്ടായിന്നറിഞ്ഞ ഓർ മങ്ങാലാന്നിന് പിന്നെ യവോ ഓൻ്റെ മെസ്സേജ് കണ്ടില്ലെങ്കിൽ ഓക്ക് വിളി വരുന്ന, കരച്ചിൽ വരുന്ന, ഓ ഹായ് ഹൂയിന്ന് കേട്ടില്ലെങ്കിൽ ഈ ചങ്ങായിക്ക് ഹേയ് ഹേയ് എന്നല്ലാന്ന് അങ്ങനത്തെ എല്ലാം ഉണ്ടായ അവസ്ഥ. ഇപ്പൊ പോയിട്ട് ഉമ്മാന്റെ പേരിൽ 9 മാസമായി വിളിച്ചെങ്കും വരുന്നില്ല. ഓ അങ്ങനെ പോവാണ്ട് തന്നെ ഏകദേശം 8 മാസം അങ്ങോട്ടുമായി, ഓനും പോകുന്നില്ല. സംഗതി എന്ത്? ഇത് വിഷയം പറഞ്ഞ ഒന്നാമത് കെട്ടുമ്പോ രണ്ടാളും ദീന് നോക്കിയിട്ടില്ല. ഓറെല്ലാം നോക്കണ്ടേ? ചെക്കനും ചെക്കും അല്ല ദീന് നോക്കണ്ടേ? കെട്ടിക്കുന്ന ബാപ്പ ഉമ്മ കാരണവന്മാർ നാട്ടുകാർക്ക് ബിരിയാണി ആക്കാണോ അല്ല മന്തി ആക്കാണോ നല്ല തീരുമാനിക്കണ്ടേ? അത് പിന്നെ മുന്നേ ദീന് നോക്കിയിട്ട് പെണ്ണ് സെലക്ട് ആക്ക്, ദീന് നോക്കിയിട്ട് ചെക്കനെ സെലക്ട് ആക്ക്. മന്തിയും കുന്തും പിന്നെ നോക്കാം. മന്തി കൊടുക്കണ, ബിരിയാണി ആക്കണ, അതിന്റെ കൂടെ കച്ചമ്പാർ വേണ, ദാളും വേണ. ഭയങ്കര കാര്യം. അതിന് 6 വട്ടം മീറ്റിംഗ് എല്ലാം കൂടെ ഉണ്ട്. 3 വട്ടം പേരിലും 4 വട്ടം അവന്റെ പേരിലും 3 വട്ടം ഓള പേരിലും. എത്ര ആള് വരണോ, എത്ര ആള് പോണോ എന്ന് മയത്തോണ്ടോ? ഞാൻ ശരിക്കാൻ പറയുന്നതല്ല, ഇത് നിങ്ങളോട് പറയുന്ന നാട്ടുകാരോട്, നിങ്ങളോട്. നിങ്ങളെ മഹല്ലത്തിൽ നടക്കുന്ന വിവാഹം എന്ന പരിശുദ്ധമായ ചടങ്ങ് അത് എല്ലാം കൊണ്ടും ഇസ്ലാമിയത്തിന്റെ ആചാരമാണ്. അത് ഏറ്റവും വലിയ ഇബാദത്താണ്. വിവാഹം എന്നത് ഇബാദത്തല്ലേ? അല്ലേ? ഹബീബായ റസൂലുള്ളാഹി ഉറക്കച്ചല്ലേ മുസ്തഫായ റസൂലുള്ളാഹി മംഗലം കഴിച്ചോറ് സലാത്ത് വെച്ചും ചൊല്ലി. അല്ല ഏതും കഴിച്ചിട്ടായല്ലേ? ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് കേൾക്കുന്നതിനേറ്റ് അവർ ഭയങ്കര തണ്ടായി. നീ എന്നും സലാത്തിൽ നിങ്ങൾ തണ്ടായിരുന്ന സലാത്ത് വെച്ചും ചൊല്ലിക്കോളി. കേൾക്കാത്ത ബാല്യക്കാർ, കെട്ടാത്ത ബാല്യക്കാർ ഉണ്ടെങ്കിൽ ശരിക്കും കേട്ടോളി. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദിനചര്യ, ദൈനംദിന ജീവിതത്തിന്റെ കർമ്മങ്ങൾ, കാര്യങ്ങൾ എങ്ങനെയെന്നറിയാൻ വേണ്ടിയിട്ട് ബുഖാരിന്റെ ഹദീസാണ്. 3 ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് വന്ന് വരുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ല. ആയിഷ ബീബി മാത്രമാണ്. ആയിഷ ബീബിയോട് വന്ന് പറകേട്ടു, ആയിഷ ഉമ്മ, റസൂലുള്ളാഹിന്റെ ഇബാദത്ത് എങ്ങനെയാണ്, റസൂലുള്ളാഹിന്റെ കർമ്മങ്ങൾ എങ്ങനെയാണ്? ആയിഷ ഉമ്മ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇടക്കിടക്ക് രാത്രി നല്ലോണം ഉറങ്ങും, ചിലപ്പോ എണീച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചില പകലുകളിൽ സുന്നത്ത് നോമ്പ് നോക്കും, ചില പകലുകളിൽ നോമ്പ് ഒഴിവാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കല്യാണം കഴിച്ചിട്ടുണ്ട്, മക്കളുണ്ട് എന്നിങ്ങനെ അവരോട് പറഞ്ഞപ്പോ വന്ന 3 ആളിൽ ഒരാൾ പറഞ്ഞെന്തറിഞ്ഞ, റസൂലുള്ളാഹി തങ്ങളെ ഇബാദത്ത് റസൂലുള്ളാഹിക്ക് മതി, പക്ഷെ ഞങ്ങൾക്കത് മതിയാവേല. റസൂലുള്ളാഹി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പെണ്ണ് കെട്ടീന്, കിടാക്കുണ്ട്, മക്കളുണ്ട്, രാത്രി കുറച്ച് സുന്നത്ത് നിസ്കരിക്കുന്നു, പകൽ ചിലപ്പോൾ സുന്നത്ത് നോക്കുന്നു. ശരി, റസൂലുള്ളാഹിക്ക് അത് മതി. കാരണം റസൂലുള്ളാഹി തങ്ങൾ ഏറ്റവും വലിയ മുത്തഖിയാണ്. അനാത്തഖാക്കും, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവെ പേടിക്കുന്നവനും പേടിച്ചവനും അനുസരിക്കുന്നവനും ഞാനാണ്. അത് റസൂലുള്ളാഹിക്ക് മതി, പക്ഷെ ഞങ്ങൾക്കത് മതിയാവേലാലോ, ഞങ്ങൾ സാധാരണക്കാരല്ലേ. അപ്പൊ വന്ന ഒരാൾ പറഞ്ഞ്, ഇനി മുതൽ ഞാൻ രാത്രി ഉറങ്ങല, ഫുള്ള് ഇബാദത്ത് തന്നെ.
രണ്ടാമത്തെ ആള് പറഞ്ഞ് ഞാനിനി പകല് ഒറ്റൊരു ദിവസവും സുന്നത്ത് നോമ്പ് പിടിക്കാതിരിക്കല, ഇനി എപ്പോഴും സുന്നത്ത് നോമ്പ് തന്നെ. മൂന്നാമത്തെ ആള് പറഞ്ഞ് ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ല, ഇനി കെട്ടുന്നുമില്ല. എന്തേ പെണ്ണ് കെട്ടിയാ പിന്നെ അതിന്റെ ബാക്കിന്ന് പോണ്ടേ, വിരുന്ന് അത് ഇത്, പിന്നെ ഇനി തിന്നാൻ കൊടുക്കണോ, ഇനി 8-9 മാസം കഴിഞ്ഞിട്ട് കിടാവായി ഇനി ചെല്ലും വേണ്ട, പിന്നെ അതിന് ആശുപത്രിയായി, പിന്നെ LKG UKG അങ്ങനെ ഒരുപാട് KG തലച്ചൂടിന്റെ മേലെ തലച്ചൂട്, അല്ലെങ്കിൽ ചെന്ന് കെട്ടിട്ടേ പെണ്ണും കെട്ടി കണ്ണും പൊട്ടി ചെന്ന് കെട്ടിട്ട് അല്ലേ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇയാൾ പറഞ്ഞു, ഈ സഹാബി പറഞ്ഞു ഞാൻ പെണ്ണ് കെട്ടുന്നില്ല, റസൂലുള്ള കെട്ടിനെ കിടാക്ക കുട്ടിയെല്ലാം ഉണ്ട്, റസൂലുള്ളാക്കാവും, നമുക്കതാവല്ല. കാരണം നമ്മൾ ഈ ഭാഗത്ത് ശരിയാകുന്നില്ല, ഞങ്ങൾക്ക് ഈ ഭാഗത്ത് മതിയാകുന്നില്ല, നാളെ ആഖിറ രക്ഷപ്പെടണ്ടേ, അതുകൊണ്ട് പെണ്ണേ കെട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വന്നിട്ട് പറഞ്ഞ് നിങ്ങളെല്ലാ വിഷയം ഞാൻ കേട്ട്, നിങ്ങളെല്ലാ വിഷയം ഞാൻ കേട്ട്. എന്നിട്ട് റസൂലുള്ളവരോട് പറഞ്ഞു, അതെ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹനെ പേടിച്ചവനാം തഖ്വയുള്ളവനാം അനുസരണയുള്ളവനാം ഞാനാണ്. എന്നിട്ട് പോലും ഞാൻ ഈ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വിവാഹം എന്നത് എന്റെ സുന്നത്താണ്. അന്നിക്കാഹു മിൻ സുന്നതി ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. നിക്കാഹ് എന്നത് എന്റെ സുന്നത്താണ്. എന്റെ സുന്നത്ത് ഒരാൾ ഒഴിവാക്കുന്നെങ്കിൽ അയാൾ എന്നിൽ പെട്ടവനെ അല്ല, മുസ്ലിമേ അല്ല. അതുകൊണ്ട് ബ്രഹ്മചര്യ അത് ഇസ്ലാമികമല്ല. ബ്രഹ്മചര്യ അല്ലെങ്കിൽ ഒന്നുകിലോ മങ്ങലാവാണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മങ്ങലായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്ന, ഇത് രണ്ടും ഇസ്ലാം അനുവദിക്കുന്നില്ല. മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു വിവാഹം കഴിക്കണം, നല്ല പെണ്ണിനെ നോക്കിയിട്ട് വിവാഹം കഴിക്കണം. മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു നല്ല ആണിനെ നോക്കിയിട്ട് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കണം. അത് നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ സംബന്ധിച്ച് ദീനുഹു വ ഖുലുഖുഹു, അവന്റെ ദീനിനെ സംബന്ധിച്ച് അവന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് നിങ്ങളോട് പറയപ്പെട്ടാൽ നല്ലവനാണ്, നല്ലതാണ്, നല്ല സംസ്കാരമുള്ളവനാണ്, പള്ളിയുമായി ബന്ധമുള്ളവനാണ്, അനുസരണയുള്ളവനാണ്, അദബും ഗുരുത്വവും ഉള്ളവനാണെന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ അവനെ കല്യാണം കഴിച്ചോളൂ. നിങ്ങൾ അവനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ലോകത്ത് വലിയ ഫിത്തനയുണ്ടാവും കേട്ടോ. അവനൊരു വേള വ്യഭിചാരത്തിലേക്ക് പോവും കേട്ടോ. അത് പിന്നെ അതിന്റെ ഫലം അനുഭവിക്കുന്നത് നിങ്ങളായിരിക്കും. കാരണം നല്ലൊരു ചെക്കനെ കിട്ടിയിട്ട്, നല്ല ദീനുള്ള നിലപാടുള്ള പുതിയാപ്പിളനെ കിട്ടിയിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ. പണം നോക്കണ്ട, പണം പോണം, പണം ഇല്ലാണ്ട് എന്തുവാന്നില്ല, ഇങ്ങനത്തെ തലാട്ടൊന്നില്ല. പൈസ ഇല്ലാണ്ട് എന്തെങ്കിലും ആന്നാ, പൈസ എല്ലാത്തിനും വേണ്ടേ. പള്ളിന്റെ ബില്ലോ കറണ്ട് ബില്ലോ കെട്ടാനും പൈസ വേണോ, ഈ സൗണ്ട് ബോക്സിന് കൊടുക്കാനും പൈസ വേണോ, ലൈവിൻ്റെ ഓനും പൈസ വേണോ, വേണ്ടേ. എനക്കും ഒരു കുറച്ച് പൈസ പയ്യ പോകുമ്പോ വേണോ. ഞാൻ സൂപ്പിയാന്നതിന് വേണ്ടേ, വേണം എല്ലാ പൈസ. ദുഡേ ദൊഡപ്പ, എന്ത് ദുഡേ ദൊഡപ്പ, പൈസ ഇല്ലാണ്ടാവേല. പക്ഷെ പെണ്ണിനെ കെട്ടിക്കാൻ നോക്കുമ്പോ, പെണ്ണ് കെട്ടാൻ നോക്കുമ്പോ പിന്നെ അടക്ക, തേങ്ങ, കൊപ്പര, റബ്ബർ, ഷീട്ട്, അളിയന്മാർ ഗൾഫില് അല്ലെങ്കിൽ വെളുപ്പിൽ നിറഞ്ഞ് നീ പെണ്ണ് കെട്ടാൻ നിൽക്കണ്ട. നീ ഫസ്റ്റ് മുന്തിക്കേണ്ടത് ദീന് നോക്കിയിട്ട് നീ കെട്ടിനാണെങ്കിൽ നിനക്ക് നാളെ തലച്ചോട് വരാല, ടെൻഷൻ ആക്കേണ്ടി വരാല. നിന്നെ അവൾ കേൾക്കാണ്ട് പിടിക്കാണ്ട് ഓളെന്തോ ആക്കൂല്ല. അവളും അങ്ങനെ നിന്റെ കട്ടാ താടി ഉണ്ടല്ലേ ചെറ്റ് ലൈക്ക് അടിക്കാനൊന്നും കണ്ട. ഇപ്പൊ അങ്ങനല്ലേ, ഇപ്പൊ പിന്നെ എല്ലാരും കോമൺ ആണ്. പഴയ കാലത്തുണ്ടായതായ ഹറാമിയത്തിനോടുള്ള പേടിയും ആ ഒരു ബേജാറും ഇന്നില്ല. ഇന്നിപ്പോ അതിനോടുള്ള സീരിയസ്നെസ് കുറഞ്ഞു പോയി, അതിനോടുള്ള ഒരു പേടി വെപ്രാളം കുറഞ്ഞു പോയി. ഇല്ലേ പണ്ട് നമ്മളെ പെണ്ണുങ്ങല്ല പുറത്തേക്ക് നടക്കോ, ബുർക്കടാണ്ട് പോവോ, ആരെങ്കിലും കാണുവോ? ഇല്ലേ. ഇപ്പൊ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈമാനും ഇസ്ലാമോടെ വയലിന് വരുമ്പോ മാത്രം. ഇപ്പൊ നിങ്ങൾ എന്നെല്ലാം കാണുമ്പോ കൈ പിടിച്ചിട്ട് മുത്തിറാന്നില്ലേ അല്ലേ? നിങ്ങളെ കൈ മുത്താണോ അല്ല കൈ കൊത്താണെന്ന് അറിയണമെങ്കിൽ നാളെ വൈകുന്നേരം റോട്ടിൽ നോക്കണം പോയിട്ട്. പെണ്ണ് കാണുന്നില്ലേ, അല്ലാ ഇല വരുമ്പോ വന്നിനെ കാണാ മക്കനെ ഇട്ടിട്ട് കൈക്ക് പറ, കാൽക്കുറ, മൂക്കിലൊക്കെ പറ. പോ മറിയം ബീവി വന്ന പോലെ വന്ന പെണ്ണ്
എല്ലാരും അല്ല, ചിലത് ആ നിലക്കാണ് കോലം കെട്ടല്. പക്ഷേ അവൾ സ്കൂളിലേക്ക് പോകുമ്പോ, കോളേജിലേക്ക് പോകുമ്പോ, അന്യവരോട് സംസാരിക്കുമ്പോ, എത്ര വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആണുങ്ങളുള്ളത്. അവിടെ ഞങ്ങളെ മോളുണ്ട്, ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്യപുരുഷന്മാരുള്ള, അന്യബാല്യക്കാരുള്ള, എന്റെ ഹസീന, എന്റെ ഹസീന, എന്റെ ഫാമിലി, എന്റെ കുടുംബം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റില്ല മോള്. എത്ര വല്ല ഹസീനായാലും കുടുംബമായാലും നിനക്ക് അന്യരാണെങ്കിൽ അവരോടൊപ്പമുള്ള ചേർന്നിരിക്കല്, ചാറ്റിംഗ് എല്ലാം ഹറാമാണ്, പാടില്ല. നല്ല പോലെ കേട്ടോ, നല്ല പോലെ കേട്ടോ. ഉസ്താദേ, ഇതെല്ലാം ഇപ്പൊ വേദന ചെല്ലിങ് നടക്കണോ? നടക്കാത്തനെ കൊണ്ടതാ കൊറോണ നടന്നുകൊണ്ടുള്ളൂ. കൊറോണ നടന്നുകൊണ്ടുള്ള അങ്ങനെ എനിക്ക് തിരിഞ്ഞ ഇനി നന്ന ഞമ്മീനെ കെയർലെസ് ആക്കുന്ന ഇനി ബയ്യക്കും വരും കൊറോണന്റെ അപ്പുറമുള്ളത്. അള്ളാനെ നന്നങ്ങനെ അവൈഡാക്കുമ്പോ, ദീനിന്റെ നിയമങ്ങൾ ഞമ്മ കുറെ അങ്ങ് വലിച്ചെറിയുമ്പോ അള്ളാഹ് ഞങ്ങളെ വിടല. അങ്ങനെ ആരും വിചാരിക്കണ്ട. അള്ളാഹു നന്നായി ഞങ്ങളെ പരീക്ഷിക്കും. അള്ളാഹു കാക്കട്ടെ. നോക്കൂ, നിങ്ങൾ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തന്റെ പ്രിയപ്പെട്ട മകൾ, ഏക മകൾ, അതായത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഹബീബായ നബി തങ്ങൾ വഫാത്താകുന്ന നേരത്ത് ഹയാത്തിലുണ്ടായിരുന്ന ഏക മകൾ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ പിരിശത്തിന്റെ കനിയായിരുന്നു, കരളിന്റെ കഷ്ണമായിരുന്നു. മാത്രമല്ല, കിതാബുകളിൽ കാണാം ഫാത്തിമ റളിയല്ലാഹു അൻഹ നടന്നു പോകുമ്പോ ബാക്ക് നോക്കിയെങ്കില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുന്നത് പോലെ നബി തങ്ങൾ അതേ കട്ട്, അതേ ആക്ഷന്. അതാണ് ഫാത്തിമത്തു ബിൽഅത്തു മിന്നി, ഫാത്തിമ എന്റെ എല്ലാമാണെന്ന് പറയപ്പെട്ട വിരിശത്തിന്റെ കനിയായ ഫാത്തിമാക്ക് പുതിയ ആപ്പിളയായിട്ട് എത്രയോ വലിയ വലിയ ചന്തമുള്ളവർ വന്നിട്ടുണ്ട്, പണക്കാര് വന്നിട്ടുണ്ട്, വലിയ വലിയ ആൾക്കാർ, പ്രമാണിമാര് വന്നിട്ടുണ്ട്. ഞങ്ങൾ കെട്ടിക്കോളാ നബിയെ എന്ന് പറഞ്ഞിട്ട് പലരും വന്നിട്ടുണ്ട്. പക്ഷേ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ എല്ലാമായ പിരിശപ്പെട്ട മകൾക്ക് ബുദ്ധിമതിയായ, സൗന്ദര്യവതിയായ, ദീനുള്ളവളായ, സ്വർഗത്തിലെ പെണ്ണുങ്ങളെ നേതാവാണെന്ന് പറയപ്പെട്ടിട്ടുള്ളവരായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് ഹബീബായ നബി തങ്ങൾ സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്ത പുതിയാപ്പിളാരറിയാമോ? വലിയ പണക്കാരനല്ലാത്ത, സ്വന്തമായി വീടും കുടിലുമില്ലാത്ത, എന്നാലോ നല്ല ധീരനും അറിയപ്പെട്ട പണ്ഡിതനുമായിരുന്ന അലിയാർ തങ്ങള്. മകൾ ഫാത്തിമയോട് പറഞ്ഞു, മോളെ, നിനക്ക് ഞാനൊരു പുതിയാപ്പിളനെ കണ്ടുവച്ചിട്ടുണ്ട്. അതല്ലാഹു തആല സന്ദേശത്തിലൂടെ അറിയിച്ചതാണ്. ആ പുതിയാപ്പിള നീ വിചാരിക്കും പോലെ പണക്കാരനല്ല, പണത്തിന്റെ വളവളപ്പിൽ ഉറുമറിയുന്നവനല്ല. എന്നാലും ആർക്കും ഇല്ലാത്ത ഒന്ന് നിന്റെ മാപ്പിളക്കുണ്ട്. നിനക്ക് ഞാൻ തെരഞ്ഞെടുത്ത പുതിയാപ്പിള അലിയാർ തങ്ങൾക്കുണ്ട്. അതെന്തറിയുമോ? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹു. നിന്റെ മാപ്പിള അലിയാർ തങ്ങള് നല്ലൊരു ആലിമാണ്. ഹറാമെന്ത് ഹലാലെന്ത് അയാൾക്കറിയാം, സത്യമെന്ത് കളവെന്ത് അയാൾക്കറിയാ, നീതി എന്ത് ന്യായമെന്ത് അയാൾക്കറിയാ. അങ്ങനെയുള്ള ഒരാള് ആണ് മോള് നിന്റെ പുതിയാപ്പിള. ഫാത്തിമ റളിയല്ലാഹു അൻഹ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അതിന്റെ മുമ്പ് ഫാത്തിമ ഒരാള് പോലും കണ്ടിട്ടില്ല, ഒരാള് പോലും ഫാത്തിമ കണ്ടിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കുന്ന സമയത്ത് ചെറിയ ആയുസിന്റെ ഇടക്ക് ലോകത്തോട് മരിച്ചു പോയല്ല. ഹബീബായ നബി തങ്ങൾ മരണപ്പെട്ടിട്ട് 6 മാസം തികയുന്നതിന് മുമ്പ് നബി തങ്ങളെ കുടുംബത്തിൽ നിന്നിട്ട് ആദ്യമായി മരണപ്പെട്ടു പോയത് ബീബി ഫാത്തിമ. ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കുന്നതിന്റെ തലേ ദിവസം അതല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഭർത്താവും അത് വലിയാർ തങ്ങളോടും തന്റെ വീട്ടുകാരോടും വിളിച്ചു പറഞ്ഞതെന്തറിയോ? പ്രിയപ്പെട്ടവര്, എന്റെ സമയമെടുക്കാരായി എന്നെ എന്റെ ബാപ്പ വിളിക്കുന്നുണ്ട്. ഞാൻ പലവട്ടവും എന്റെ ബാപ്പ വിളിക്കുന്നത് സ്വപ്നത്തിൽ കണ്ടോ. എന്റെ മരണമെടുത്തിട്ടുണ്ട്. പാപ്പ മരിക്കുന്ന സമയത്ത് എന്റെ കാതില് പറഞ്ഞ രഹസ്യമെന്ത്? പൊന്നുമോളെ ഫാത്തിമ, നീ കരയല്ല കുഞ്ഞ്,
എന്നിലേക്ക് ഞാൻ മരണപ്പെട്ടാൽ ആദ്യമായി ചെന്ന് ചേരുന്നത് നീയാണ് മോള്, കരയല്ല ഫാത്തിമ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. 6 മാസമായി ഇതാ മരിക്കാൻ വേണ്ടി പോവുകയാ. അതിനു മുമ്പ് ഫാത്തിമ ഭർത്താവിനോടും വേണ്ടപ്പെട്ടവരോടും പറഞ്ഞെന്തറിയോ, ഞാൻ രാത്രി മരിച്ചാലും പകല് മരിച്ചാലും. ആര് പറഞ്ഞേ? ചെല്ലു നിങ്ങ ആര് പറഞ്ഞേ? ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഉറക്കെ പറയ്, ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആരോട് പറഞ്ഞേ? ഭർത്താവ് വലിയാർ തങ്ങളോടും വേണ്ടപ്പെട്ടവരോടും പറഞ്ഞു, ഞാൻ രാത്രി മരിച്ചാലും പകല് മരിച്ചാലും എന്റെ മയ്യത്ത് രാത്രി മറമാടണ്. കാരണോ എന്റെ മയ്യത്ത് നാട്ടുകാർ കാണണ്ട. എന്നെ കാണണ്ടെന്നല്ല, എന്നെങ്ങനെ കാണുന്നേ? മരിച്ച മയ്യത്തിന് എന്ത് ഓപ്പണാക്കി കൊണ്ടുവന്നാ? ഒരു തുണിയിലല്ല 3 തുണിയിൽ ചുരുട്ടിട്ട് ആ മറ്റേ കേക്കില്ലേ, എന്ത് കേക്ക്? ആ കടയും കൊടിയും ചുരുട്ടിയ കേക്ക്. പിന്നെ എങ്ങനെ കാണുന്നത്? തൊലി വെളുപ്പ് കാണോ? എന്നെ നിങ്ങൾ രാത്രി മരിച്ചെങ്കിലും പകല് മരിച്ചെങ്കിലും എന്റെ മയ്യത്ത് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയിട്ട് മറമാടാൻ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് രാത്രി എന്നെ. എന്റെ അറിയോ? എന്റെ എല്ലാരും പീടിയെല്ലാം മന്താക്കിയിട്ട് ബജാറെല്ലാം മന്താക്കിയിട്ട് വരും. അപ്പൊ ആൾക്കാർ കൂടും ചൊല്ലിട്ട അല്ല, എന്റെ മയ്യത്ത് കൊണ്ടുവന്ന് നാട്ടുകാർ കണ്ടണ്ടാ. എനക്കത് ഇഷ്ടല്ല. ഞാനൊരു പെണ്ണല്ലേ. അൽമറാത്തു കുല്ലുഹാ പെണ്ണ് മുഴുവനും ഔറത്തല്ലേ. അത് അണ്ണാച്ചിന്റെ മുമ്പിൽ അങ്ങനെ തുറന്നു കാട്ടാനുള്ളതല്ല പെണ്ണ്. കണ്ടവന്റെ മുമ്പിലെല്ലാം വിഷയം പറയാൻ നിൽക്കേണ്ടവളല്ല പെണ്ണ്. ഇന്ന് വേണമെങ്കിൽ ഞങ്ങളെ പെണ്ണുങ്ങ മുണ്ടാ തന്നെ മാപ്പിള്ളല്, പിന്നെ എല്ലാരിലും ഉണ്ടെന്ന് വളവളാണ്. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങളും അങ്ങനെ. നാട്ടുകാരിലെല്ലാം ഉണ്ടെന്നു ഓളെ തന്നെ മുണ്ടാത്ത പരക്കെത്തിയിട്ട് അപ്പൊ ബുദ്ധു പോലാക്കുന്നത്. നിങ്ങൾ ചിരിക്കുന്നെന്തേ? രണ്ടും കണക്കെ. ആ കിടാക്കളെ എതിർക്ക കടത്തണ്ട. വോളണ്ടിയർമാർ ബാഡ്ജ് കുത്തിയങ്ങ് മതിയാവല, ശ്രദ്ധിക്കണം. ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞ? ഞമ്മ പുറത്തെല്ലാം നല്ലോറല്ലേ? അല്ലേ അല്ലേ? എന്ത് വിഷയം, എന്ത് പുളുപ്പ്, എന്ത് മധുരം, എന്ത് ഫ്രണ്ട്ഷിപ്പ്, എന്ത് ചങ്ങായിപ്പാട് മംഗളത്തിന്റെ പേരിലും ഏടെയും. ഇനി റോട്ടിൽ പോകുമ്പോ ആരും ഒരു അപ്പുറപ്പുറം സൈക്കിൾ മറിച്ചിട്ട് വീണ് തന്നെ വെച്ചോ, അല്ലോ പാഞ്ഞിട്ട് പോയിട്ട് ഏറ്റിട്ടല്ലായി. എന്തായി ആംബുലൻസ് വിളിപ്പിക്കണം, എന്റെ വണ്ടിയുണ്ട്, ഇപ്പൊ എന്നെ കൊണ്ടോണ കൂടെ തന്നെ പോണ, പൈസ ഇല്ലേ? പൈസ വേണം. ഇതാ അവിടെ സ്വബയ്ക്ക് ചാറിച്ച് വീണ് വിളിച്ച് കൊണ്ട് എന്തായിട്ട് കാല എനിച്ചിട്ട് പോവാ. ഈ ചെല്ലിട്ട് വന്ന കൂടെ ബമ്പനാന്ന് റോഡ് സൈഡിൽ ആശുപത്രി കൊണ്ടുപോണ, ആംബുലൻസ് വേണ. നീ നാട്ടുകാർക്ക് ബമ്പായിട്ട് ഉള്ളില് മാരിയായിട്ട് എന്ത് കൊണോ? ഊരിക ഉപ്പക്കാരി മനക മാരി ഈ നാറി ഇവനാ മാപ്പിള ആണോ? ഞമ്മ നന്നായിട്ട് പരണ്ടുള്ളില് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാറുക്കും ലി അഹ്ലിഹി. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ സ്വന്തം അഹ്ലുകാർക്ക് നല്ലവരാണ്, നാട്ടുകാർക്കല്ല. നാട്ടിലെന്നെ കാണുമ്പോ പ്രസിഡന്റ് അല്ല ആക്കാൻ തോന്നും, കാളിയാക്കാന്നും എല്ലാം തോന്നും. എന്നെ നിങ്ങൾക്ക് ശരിക്ക് കാളിയാക്കാൻ പറ്റോ ഇല്ലെന്ന് അറിയണമെങ്കിൽ എന്റെ ഓളല് പോയിട്ട് കേട്ടോ. അവിടെ നല്ലത് ചെല്ലിയ പാസ്. നാട്ടുകാരെല്ലാം ചെല്ലും, ഉസ്താദ് അപ്പൊ അയാളില്ലേ അള്ളാഹ് അജ്റുള്ള സദ കല്ല്, അത് അജ്റുള്ള സദ കല്ല അല്ലെ എറിഞ്ഞിട്ട് പൊട്ടിക്കേണ്ട കല്ലാന്ന് അറിയണമെങ്കിൽ പരല് വരി കേട്ടോളൂ. അവിടെയാണ് നല്ലവനാകേണ്ടത്, നാട്ടിലല്ല, മംഗലപന്തലല്ല, മൈലാഞ്ചിന്റെ ഹാളിലല്ല, സമ്മേളന നഗരിയിലല്ല, പോയി നിന്ന മഹലിലല്ല, മൈക്കന്റെ പോഡിയമിലല്ല, പരണ്ടുള്ളിൽ നല്ല ആളാണ്. ഞാനും നിങ്ങൾ അവിടെ നല്ല ആളാണ്. പരൻ്റെ ഉള്ളിൽ പോയിട്ട് മുണ്ടാട്ടോ ഇല്ല വിഷയം. ബാക്കിയെല്ലാം എല്ലാവർക്കും വാട്സപ്പിൽ മെസ്സേജ്. നിങ്ങൾ നോക്കി ഏതൊരുത്തി വിളിക്കട്ടില്ല, വിളിച്ചു കേടുന്നു. ആര് എന്തില്ല, എത്ര മണിക്ക് ബസ്സിന് 4:55 പിന്നെ എനിക്ക് കിട്ടില്ല എന്ന് കണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കും, അതിന് അറേഞ്ച്മെന്റ് എല്ലാം ആക്കാം. അവലെ
എന്ത് പിരിച്ച് ആണാ പെണ്ണ ആരുമാട്ട് എങ്ങനെ മുണ്ടി നോക്കിയേ ചന്തത്തിൽ മുണ്ടിട്ടേ അത് കട്ടാക്കുമ്പോ എന്നെ ബിസി വന്നോണ്ടായി നോക്കുമ്പോ ഇത് ഓള ഫോൺ എടുത്തിട്ട് എന്റെ ഇപ്പോഴത്തെ സ്റ്റൈലേ അല്ല തമ്മു പിടിച്ചു എന്താ മൊബൈലിന്റെ ഡിസ്പ്ലേ അടക്കം പോയി. സംഗതി രണ്ടാളും ഒരേ വിഷയം കേട്ടണേ. അവിടെ എന്ത് സ്റ്റൈൽ ചേഞ്ച് ചെയ്യേ ഊടെ നല്ലാണോ? അവിടെ മമ്പാനായിട്ട് പോണില്ല. ഊടെ നല്ലാണോ? നിങ്ങൾ ചിരിക്കും കണക്ക് നല്ല ഡൗട്ടാന്ന്. നിങ്ങൾ ഇങ്ങനെ ആയിക്കൊണ്ടുള്ളന്നല്ലേ പറഞ്ഞോളി. ഞാൻ ഇത് നിങ്ങൾക്ക് ചെല്ലിയ വയലല്ല, ഇത് എനക്ക് ചെല്ലിയതാവല്ലേ. നിങ്ങൾ ബേജാറാക്കിയിട്ടുണ്ട്. അള്ളാഹു ഞങ്ങളെയും കേട്ടവരെയും നന്നാക്കി തരട്ടെ. ഓളും അങ്ങനെ എടക്കുങ്ങരടുത്തേക്ക് പോന്നെന്ന് പറയുമ്പോ എന്ത് ചന്തത്തിൽ പോന്ന, എത്ര നല്ല ചെല്ല് പോന്ന, അണിഞ്ഞൊരുക്കി സുന്ദരിയായി സുമുഖിയായി അപ്സരസായി നിൽക്കേണ്ടത് ഭർത്താവിന്റെ മുന്നില്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹി. ഇല്ലേ ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, തഖ്വാക്കുള്ള ഒരു തൗഫീഖ് അല്ലാഹ് കൊടുത്ത പിന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹ് ചെയ്യുന്ന ഏറ്റവും വലിയ ഭാഗ്യം സൗജത്തുൻ സാലിഹ, നല്ല പെണ്ണിനെ കിട്ടലാണ്. എപ്പോ മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹ്, തഖ്വാക്കുള്ള തൗഫീഖ് അല്ലാഹ് തന്നു. ഭയങ്കര നിസ്കാരം, നിലപാടും, ഓത്തും ബൈത്തും, വായിലെപ്പോഴും ദിക്റും കളവ് ചെല്ലാല, അങ്ങനത്തെ ഒന്നും വിഷയമില്ല. അതിലെ തഖ്വ ചെല്ലെങ്കിൽ അതന്നല്ലേ, അല്ലാണ്ട് മുന്തിരിക്കന്റെ ചാറൊന്നും അല്ലല്ലേ. ഈനെല്ലൊരു തൗഫീഖ് അല്ലാഹ് കൊടുത്തനോ. ആ തൗഫീഖ് കൊടുത്ത പിന്നെ അയാൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഭാഗ്യം പറഞ്ഞ ഡബിളാജിയാവാനുള്ള യോഗമല്ല, മൾട്ടിയാവാനുള്ള ഭാഗ്യമല്ല, 4 പള്ളി കെട്ടിക്കാനുള്ള തൗഫീഖല്ല. പിന്നെ അയാൾക്ക് അല്ലാഹ് കൊടുക്കുന്ന ഏറ്റവും വലിയ തൗഫീഖ് സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കിട്ടലാണ്. അത് കിട്ടലാണ് ഏറ്റവും വലിയ തൗഫീഖ്. തഖ്വന്റെ പിറകെ അത് കിട്ടിയ ആര്? സ്വാലിഹത്തായ പെണ്ണില്ലെങ്കിൽ ആര്? സ്വാലിഹത്തുനിന്ന് പേരുള്ളോളാ അല്ല. നടപടി, സംസ്കാരം, ആറ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി എല്ലാം ചന്തമുള്ളോള്. മുണ്ടിങ്ങനെ നല്ല മധുരമുള്ള വിഷയം. എന്തെങ്കിലും മാപ്പിള ചെല്ലുമ്പോൾ അനുസരണയോടെ കേൾക്കുന്ന സ്വഭാവം. അവളെ കണ്ടങ്ങനെ അവളെ കണ്ടിട്ടാകുമ്പോ തന്നെ നിന്റെ എല്ലാ ബേജാറും ടെൻഷനും തീരുന്ന്. അതാണ് സ്വാലിഹത്തായ പെണ്ണിന്റെ ലക്ഷണം. ഞങ്ങളെ കെട്ടിയോളെ കാണുമ്പോ ബേജാറ് തീരുന്നത്, ബേജാറ് കൂടുന്നത്. ചില മാപ്പിളമാറ് പണി തീർന്നിട്ട് ജോലി തീർന്നിട്ട് 4:30 മണിക്ക് ബജാർക്ക് എത്തിയെങ്കിലും ബജാറിന്റെ ബാക്ക് തന്നെ പോരെ എന്നെങ്കിലും 9-10 ഫരണ്ടുള്ളൊക്കെ പോകാല. ബജാറിലേ ചുറ്റുന്നു, അവിടെ തന്നെ പണ്ടലടിക്കുന്നത് കേൾക്കുമ്പോ എന്റെ തന്നെ ചെല്ലുന്ന ഒരാള് എന്താ പറഞ്ഞ ഉസ്താദേ, നിങ്ങൾ ചെല്ലേ നല്ല ഭാര്യനെ കാണുമ്പോ സന്തോഷവും ടെൻഷൻ മാറും ഒക്കും. റസൂലുള്ളാഹിന്റെ ഹദീസ് എന്താ ഇപ്പൊ എന്റെ ഓളെ കാണുമ്പോ കാലിന്റെ അടിയിലിട്ട് ഞെരക്കാനാ നടക്കുന്നത്. എന്തേന്ന് കേട്ടോ പോഞ്ചെല്ലെന്ന് പറഞ്ഞ സ്വഭാവം അങ്ങത്തത് പെരുമാറ്റാണ്. അതിപ്പോ നീ ദൂരണ്ടാവള, ഇപ്പൊ കുറ്റപ്പെടുത്തണ്ടാവള അല്ല, അവൾ അങ്ങനെയുള്ളവളല്ല, നീയും അങ്ങനെയുള്ളവനായത് കൊണ്ടാണ് ആ നിലക്കവളായി പോയത്. ഒന്നാമത്തെ കാരണം നീ തന്നെ. രണ്ടാമത് ഇപ്പൊ നീ കാലിന്റെ അടിയിലിട്ട് ഞെരക്കണോ കുത്തണോ എന്ന് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. കെട്ടുന്നെന്ന് നോക്കണമായിരുന്നു. ദീനുള്ളവളെ നോക്കിയിട്ട് കെട്ടിക്ക, അതവും ഗുരുത്തുള്ളവളെ നോക്കിയിട്ട് കെട്ടിക്ക, മതബോധവും മതവിജ്ഞാനവും ഉള്ളവളെ നോക്കിയിട്ട് കെട്ടിക്ക. ഷഫീഉൽ വറാ റസൂലുള്ളാഹി. നീ അനുസരിച്ചില്ലാലോ. നീ ഓളെ തെറിക്കുന്ന വെളുപ്പ് കണ്ട്, നീ ഓളെ ഐശ്വര്യറായിന്റെ ചന്തം കണ്ട് എല്ലാം കണ്ടിട്ട് ഓടെയോ ലിങ്കായി, പിന്നെ അതങ്ങനെ കെട്ടുന്നതിൽ കെറ്റി. ഇപ്പൊ നീ അനുഭവിക്കുന്നു ഇല്ലേ? ഞാൻ ഇത് ചിരിക്കാൻ പറയുന്നതല്ല. അവളും അങ്ങനെ നല്ല പുതിയ ആപ്പിളെ നീ തെരഞ്ഞെടുത്തില്ലെങ്കിൽ പൊന്നുമോള് മരിക്കുന്നത് വരെ നീ കണ്ണീർ കുടിക്കേണ്ടി വരും. നീ എത്ര പെണ്ണ് കാണുന്നില്ല ഇപ്പൊ തൂങ്ങി മരിച്ചു, ചാടി മരിച്ചു. മിഞ്ഞാന്നല്ലേ 2 കിടാക്കളെയും മരിയിൽ കെട്ടിയിട്ട് ഒരുമ്മ കുളത്തിൽ ചാടി, കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തു.
എന്താ കാരണം? ഭർത്താവിന്റെ മർദ്ദനം, ഭർത്താവിന്റെ കഠിനമായ ഉപദ്രവിക്കല്. എന്തേ? കുടിയനായിരുന്നു എന്നതറിഞ്ഞില്ല. നല്ല ചന്തമുണ്ട്, നല്ല താടിയുണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്, അത് മാത്രം നോക്കിയിരുന്നു, വേറൊന്നും കണ്ടില്ല. കുടി എന്നതാണല്ലോ ഏറ്റവും വലിയ സ്വഭാവം. അല്ലേ അല്ലേ? കുടിയുണ്ട, കഞ്ചാവ് വലിയുണ്ട, പിന്നെല്ലാം പോയി. നിസ്കരിച്ചിട്ട് ഔലിയായിട്ടൊന്നും ഗുണമില്ല. അതുകൊണ്ട് ആരോ ഒരാൾ അങ്ങനെ പുതിയപ്പള അങ്ങനെ നോക്കിയാ ചെമ്പാപ്പ് പോലത്തെ ചക്കം മണി പോലുള്ള അല്ലെ? നിങ്ങൾ അറിഞ്ഞ ഫുള്ള് അറിഞ്ഞ എല്ലാവരും കേട്ടിട്ടായി. ഖത്തീബ് ഉസ്താദിന്റെ കേട്ട്, നാട്ടുകാരിലും കേട്ട്, എല്ലാവരിലും കേട്ട്. അവനെ പോലത്തെ ചക്ക നാട്ടിലേ ഇല്ലാലോ ഒക്കെ. മാഷാ അല്ലാഹ്. അല്ല നിങ്ങൾ നല്ലോണം അറിഞ്ഞോളി. പിന്നെന്തോ അറിയാനില്ലാന്ന്. പിന്നെ അല്ല ആരോ ഒരാളിക്കല്ലേ, അങ്ങനെ എന്തും ഇല്ല. ഒരു ബസ് ഇടക്കിടക്ക് കുടിക്കുന്നോ, വേറെ ഒന്നും ഇല്ല. പോയില്ലേ? എല്ലാം പോയില്ലേ? ഒരു ബസ് കുടിച്ചാൽ മതിയല്ലേ? അതല്ലേ ആണ് എല്ലാ പാപങ്ങളുടെയും ഉമ്മയാണ് കുടി. മഹാന്മാരുടെ ജീവിതം അല്ലാഹു തആല ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. എന്നാലും പറയട്ടെ, ഞാൻ അവസാനിപ്പിക്കാൻ സമയമായില്ല. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല സമയം. ഏകദേശം ഞാൻ നിന്നിട്ട് 1.5 മണിക്കൂറായി. നിങ്ങൾ ഇരുത്തം കണ്ടിട്ടാണ് നമുക്ക് അരമണിക്കൂറായ പോലെ തോന്നിയിട്ട്. അല്ലാഹു തആല കബൂലാകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ബഹുമാനികളെ, അപ്പൊ നല്ലൊരു കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം നല്ല ഭർത്താവ്, നല്ല ഭാര്യ. ദീനുള്ള ഭർത്താവ്, ദീനുള്ള ഭാര്യ. അള്ളാനെ പേടിയുള്ള ഭർത്താവ്, അള്ളാനെ പേടിയുള്ള ഭാര്യ. 5 നേരം നിസ്കരിക്കുന്ന ഭർത്താവ്, 5 നേരം നിസ്കരിക്കുന്ന ഭാര്യ. അങ്ങനെയുള്ളവരാണ് കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ അവിടെ പിന്നെ അപസ്വരങ്ങളില്ല, അവിടെ പിന്നെ അനാശാസ്യങ്ങളില്ല, അവിടെ പിന്നെ അശാന്തിയില്ല, അവിടെ പിന്നെ പിണക്കങ്ങളില്ല, അവിടെ പിന്നെ റാഹത്താണ്. എന്നാലും പെണ്ണ് നിന്നോട് പറയട്ടെ, നിനക്കല്ലാന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ വളരെ ഈസിയാണ്, സിമ്പിൾ വഴിയാണ്, വളരെ എളുപ്പമാണ്. ആണുങ്ങളെ പോലെയല്ല. ആണുങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ കുറച്ച് റിസ്ക് ഉണ്ട്. ഈ വയല് പറയുന്നേ എനക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ കിടക്കാൻ കുറച്ച് പണിയുണ്ട്. നിസ്കരിച്ചെങ്കിൽ മാത്രം മതിയാവല്ല, നോമ്പ് മാത്രം നോറ്റാ പോരാ. എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളും മട്ടം പോലെ ചെയ്യണോ. മക്കളുണ്ടെങ്കിൽ നല്ല ചന്തത്തില് പോറ്റണോ. പെണ്ണുമക്കളുണ്ടെങ്കിൽ മര്യാദക്ക് നല്ലവനെ പിടിച്ചിട്ട് കെട്ടിച്ചു കൊടുക്കണോ. ഇതെല്ലാം എന്റെ കടമയാണ്. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണോ. ഉമ്മ പപ്പാനെ ചന്തത്തിൽ മരിക്കൊടുത്തോളം നോക്കണോ. ഇതെല്ലാം ഒരാണിന് കടമയാണെങ്കിൽ, നിർബന്ധമാണെങ്കിൽ, ഒരു പെണ്ണിന് സ്വർഗത്തിൽ കടക്കാൻ വളരെ സിമ്പിളാണ്. 3-4 കാര്യം ചെയ്താൽ മതി. ഇതാ സ്വല്ലത്ത് ഖംസഹ. ഉമ്മ കേട്ടോ, പെങ്ങള് കേട്ടോ. 5 നേരം നിസ്കരിച്ചോ. വസ്വാമത്ത് ശഹറഹ. പരിശുദ്ധമായ റമളാനിന്റെ നോമ്പ് നോറ്റോ. വഅതാഅത് ബഅലഹു. ഭർത്താവിനെ നല്ല പോലെ സ്നേഹത്തോടെ വിരിശത്തോടെ അനുസരിക്കുകയും വഴിപെടുകയും ചെയ്താൽ അവൾക്കതാ സ്വർഗമുറപ്പാണ്. മിന്നയ്യ അബ്വാബിൻ ശിഅ്തി. അവള് വിചാരിക്കുന്ന വാതിലിലൂടെ നിനക്ക് സ്വർഗത്തിലെ കടക്കാം. ഈ 3-4 കാര്യങ്ങൾ ചെയ്താ മതി. ഭർത്താവിനെ നല്ല പോലെ അനുസരിക്കണോ. ഒരു വേള നീ നിസ്കരിച്ചോ, നോമ്പ് നോറ്റോ, സ്വതക്ക കൊടുത്തോ, വഅദ് കേട്ടോ, എല്ലാം ചെയ്തിട്ടും നീ നിന്റെ ഭർത്താവിനെ വേദനിപ്പിക്കുന്നവളാണെങ്കിൽ, നമ്പരപ്പെടുത്തിയവളാണെങ്കിൽ, ഭർത്താവിനെ നീ വിഷമിപ്പിക്കുന്നവളാണെങ്കിൽ, പൊന്നുമോള്, പൊന്നുമ്മ, നിങ്ങൾ ഹജ്ജ് ചെയ്ത ഹജ്ജുമ്മയായിട്ട് കാര്യമില്ല, നിസ്കരിച്ചിട്ട് കാര്യമില്ല, മാലമോല് തോതിയിട്ട് കാര്യമില്ല, ഓൺലൈനിൽ ഇത് പിന്നെ മജ്ലിസിന്റെ ഇതിലിരുന്നിട്ട് ദിക്ർ ചൊല്ലിയിട്ട് പാടിയിട്ട് കാര്യമില്ല. ഭർത്താവിന്റെ പൊരുത്തം, അവന്റെ തൃപ്തി ഇമ്പോർട്ടന്റ് ആണ്. ഹബീബായ റസൂലുള്ളാഹി ഞാൻ പറഞ്ഞ പിന്നെ പോയ മതിയാവും. പോയിട്ടായ
മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മിഅ്റാജിന്റെ രാത്രി അങ്ങതാ അല്ലാഹനെ കണ്ടു, സ്വർഗ്ഗം കണ്ടു, നരകം കണ്ടു. അല്ലേ റജബ് മാസമാണ്, മിഅ്റാജിന്റെ മാസമാണ്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സാറൽ ബദ്റു ഫീ താജിൻ മിനൽ ഉലമി ജല്ല മൗലായ. പരിശുദ്ധമായ മിഅ്റാജിന്റെ രാത്രി അല്ലാഹനെ കണ്ടു, സ്വർഗ്ഗം കണ്ടു, നരകം കണ്ടു. ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, ഞാൻ അങ്ങ് നരകം കണ്ട നേരത്ത് സുബ്ഹാനല്ലാഹ് അത്ലഅതു വന്നാറ ഫറഅയ്തു അക്തറ അഹ്ലിഹാ അന്നിസാ. ഞാൻ നരകത്തിലെ ഏറെയും കണ്ടത് പെണ്ണുങ്ങളെയാണ്. ഭീകരമായ ശിക്ഷ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തില്, ഘോരമായ അദാബ് ഏൽക്കുന്നവരുടെ കൂട്ടത്തില് നരകത്തില് ഞാൻ ഏറെയും കണ്ടത് ആണുങ്ങളെയല്ല, പെണ്ണുങ്ങളെയാണ്. എന്തുകൊണ്ട് പെണ്ണുങ്ങൾ കൂടിപ്പോയി നരകത്തില്? പെണ്ണുങ്ങളെ സംഖ്യ, പെണ്ണുങ്ങളെ ജനസംഖ്യ കത്തിയാളുന്ന നരകത്തിൽ കൂടിപ്പോകാനുള്ള കാരണം എന്താ? കാരണം എന്ത്? നരകത്തിൽ എന്ത് സ്ത്രീ സംവരണം ഏർപ്പെടുത്തിന? അല്ല, പിന്നെന്തേ പെണ്ണുങ്ങൾ നരകത്തിലേറിയത്? ഉമ്മ കേട്ടോ, പെങ്ങള് കേട്ടോ, നരകത്തിൽ കൂടി പോകാനുള്ള കാരണം അവരതാ ശാപത്തെ അധികരിപ്പിക്കുന്നു. പെണ്ണുങ്ങളെ വായിൽ എപ്പോ നോക്കിയെങ്കിലും ഒരു ശാപുണ്ടാവും, ഒരു സല്ലാണത്ത്, ഒരു ലാനത്തുണ്ടാവും. ആണുങ്ങൾക്കും ഉണ്ട്, ഇല്ല എന്നല്ല. പെണ്ണുങ്ങ ആ വിഷയത്തിൽ കുറച്ച് ഏറെ. ആണുങ്ങളും ശാപം വെക്കുന്നു ഇല്ലേ? പിന്നെ പെണ്ണുങ്ങളും ശാപം, പെണ്ണുങ്ങളിൽ കുറച്ച് ഏറെ. പെണ്ണുങ്ങളെല്ലാത്തിനും ശാപം വെക്കും. കറണ്ട് പോയെങ്കിലും ശാപം, കറണ്ട് വന്നെങ്കിലും ശാപം, അമ്മിക്കല്ലിലിട്ടിട്ട് മുളവ് അത് അരിഞ്ഞെങ്കിലും ശാപം, അരിഞ്ഞില്ലെങ്കിലും ശാപം. എന്തിനും ശാപം. എല്ലാവരും അല്ല, അധിക പെണ്ണുങ്ങൾക്കും ഭാര്യ ശാപം ഉണ്ടാവും. അടിഞ്ഞിട്ട് പോട്ട്, മണ്ണായിട്ട് പോട്ട്, അങ്ങനെ പോട്ട്, ഹലാക്കാട്ട്, തിരിയട്ടും മറിയട്ടും ഇല്ലേ ഇല്ലേ? പെണ്ണുങ്ങൾ കുറച്ച് ഏറെ. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളെ നിസ്കാരം സൈഡായി, നിങ്ങളെ ദിക്ർ പോയി, നിങ്ങളെ അമല പോയി, നിങ്ങളെ ഹജ്ജ് പോയി, എല്ലാം പോയി. നിങ്ങൾ നരകത്തിൽ കൂടാനുള്ള ഒന്നാമത്തെ കാരണം നിങ്ങളെ വായിലെപ്പോഴും ശാപവാക്ക് വരുന്നത് കൊണ്ട്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ മാപ്പിളമാരോട് നന്ദികേട് കാണിക്കുന്നു, അവരെ അനാദരിക്കുന്നു, അവരെ മനസ്സ് ബേജാറാക്കുന്നു. ഭർത്താക്കന്മാരോട് നിങ്ങളെ പെരുമാറ്റം നല്ലല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ കൂടിപ്പോയത്. നിങ്ങളെ നിസ്കാരവും നിങ്ങളെ ഓത്തും ബൈത്തും എല്ലാം ബാത്തിലാക്കി പോയത് നിങ്ങൾ മാപ്പിളമാരോട് പിരിശപ്പാടിൽ സ്നേഹപ്പാടിൽ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവരോട് നല്ല പിരിശപ്പാടിൽ പോണോ, മാപ്പിളമാർക്കും പോണോ, അത് വേറൊരു വിഷയം. എന്നാ പെണ്ണിന് കുറച്ച് ആ കാര്യത്തിൽ ഏറെ ശ്രദ്ധ വേണോ. ഹബീബുനാ റസൂലുള്ളാഹി ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് കേട്ട്, നബിയെ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ട് നബിയെ? കത്തിക്കരിയുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ബയ്യുണ്ട് നബിയെ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇത്തഖിന്നാറ വലൗ ബിശിഖ്ഖി തംറ. സ്വതക്ക കൊടുത്തോളൂ, സ്വതക്ക കൊടുത്തോളൂ, ദാനം കൊടുത്തോളൂ, ധർമ്മം കൊടുത്തോളൂ, അന്യവരെ സഹായിച്ചോളൂ, ഇതുപോലെയുള്ള കർമ്മങ്ങളെ സഹായിച്ചോളൂ. ശംസുൽ തങ്ങളെ മൗലിദിന് വേണ്ടി കൊടുത്തോളൂ, കണ്ണ് കാണാത്തോന് കൊടുത്തോളൂ, പെണ്ണുകിടാവിന്റെ മംഗലത്തിന് സഹായിച്ചോളൂ, പള്ളിക്ക് കൊടുത്തോളൂ, രോഗികൾക്ക് കൊടുത്തോളൂ. അങ്ങനെ കൊടുക്കുന്ന ദാനധർമ്മം കൊണ്ട് അല്ലാഹു നിങ്ങളെ നരകത്തിൽ നിന്നിട്ട് കാക്കും. പോണ്ട പോണ്ട, ആരും പോയിരണ്ട, തന്നില്ലെങ്കു ആവും. പോയിരണ്ട, ചായം കടിയുണ്ട്, എങ്ങനെയും പോയിരണ്ട. അപ്പൊ കൊണ്ടിരി ഇനി കൊടുത്തില്ലെങ്കിൽ എന്നെ കൊടുക്കണ്ടിയേ. നല്ല സമയം, മാഷാ അല്ലാ, അല്ലേ അല്ലേ, മാഷാ അല്ലാ. ചായം കടിയുണ്ട്. അല്ലാഹു തആല സൗകര്യപ്പെടുത്തിയ സംഘാടകർക്ക് ഖൈർ നൽകട്ടെ. നല്ല മജ്ലിസിൽ കുടിക്കപ്പെടുന്ന ആ പാനീയം കൊണ്ട് അല്ലാഹു ഞങ്ങളെ ക്ഷീണവും രോഗവും മാറ്റി തരട്ടെ. നല്ല സമയം. ഈ സമയത്ത് ഒരു ചായ വേണമെന്ന് എല്ലാവർക്കും ഒരു ആശയില്ലേ? എനക്കുണ്ട്. ചിലയിടത്തെല്ലാം അങ്ങനല്ല. വയലിന് പോയെങ്കിലും ഉസ്താദ് ഫൈസ് ഉസ്താദ് എന്താ
ഇന്നത്തെ ആരും എണീക്കണ്ട, ഇപ്പനെ കൊണ്ടുവരണം അല്ലേ ഏട്ടാ കണ്ട. ചിലയിടത്തെല്ലാം കണ്ടറിഞ്ഞ വയല് തുടങ്ങുന്ന മുമ്പ് മണിക്ക് 9:10 ചായയും ജ്യൂസും ബത്തക്കന്റെ സർബത്തും വന്നിട്ടായി. ഈ ചങ്ങായി 8:50 പൊക്കിളി പിരിയോളം തിന്നിട്ട് വീട് ഇരുന്നിനെ ഓന് ചായ വേണം. ഇപ്പൊ എന്ത് കിട്ടും വേണ്ട, ഇപ്പല്ല വേണ്ടിയേ, അത് കിട്ടേണ്ട സമയത്ത് കിട്ടണോ. മാഷാ അല്ലാ, ഇപ്പോഴാണ് ഇതിന്റെ നേരം അല്ലേ. അല്ലാഹു തആല സൗകര്യം ചെയ്തു തന്ന സംഘാടകർക്ക് ഖൈർ നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചായയും കടിയും വരും, കുടിക്കണം. ഇനി കേട്ടോ, ഇനിയിപ്പോ ഏതായാലും കുറച്ചാളെല്ലാം എണിച്ചിട്ട് പോകും. ചായ കിട്ടിയില്ലൊന്നും സാരമില്ല. എന്തറിഞ്ഞാ ഇനിയിപ്പോ ദാനധർമ്മത്തിന്റെ വിഷയത്തിലേക്ക് പോകുന്ന അപ്പൊ എന്തെങ്കിലും മേങ്ങേണ്ടി വരും. അല്ല തന്നനെ അള്ളാന്റെ ബൈക്ക് കൊടുക്കാനുള്ള മനസ്സ് ഉണ്ടെങ്കിൽ നാളെ മരുന്നിന് ചെലവാക്കേണ്ട ഗതികേടല്ല വരുത്തല. അല്ല കാക്കട്ടെ, അല്ല കാക്കട്ടെ. ഞങ്ങൾക്കില്ല ഒരുപാട് ബാധ്യതകള്, കട്ടപ്പാടുകള്, കാര്യങ്ങള്. അതെല്ലാം എളുപ്പമാകാൻ നല്ല വഴി, നല്ല നീയത്തില് സ്വതക്ക കൊടുത്തു. സ്വതക്ക കൊടുക്കൽ കൊണ്ട് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്ക്. സ്വതക്ക കൊടുക്കൽ കൊണ്ട് അല്ലാഹു ആയുസ് ഏറ്റി തരുന്നു, ആയുസ് വർദ്ധിപ്പിച്ചു തരുന്നു. സ്വതക്ക കൊടുക്കൽ കൊണ്ട് ഖബർ അല്ലാഹു വിശാലമാക്കി തരുന്നു. സ്വതക്ക കൊടുക്കൽ കൊണ്ട് അല്ലാഹുവിന്റെ കോപം തടയപ്പെടുന്നു. സ്വതക്ക കൊടുക്കൽ കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. സ്വതക്ക കൊടുക്കൽ കൊണ്ട് കൊടുത്തതിനേക്കാളേറെ അല്ലാഹു തിരിച്ചു തരുന്നു. സ്വതക്ക കൊടുക്കൽ കൊണ്ട് ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അല്ലാഹു കാക്കുന്നു. ഇനിയുമുണ്ട് ഒരുപാട് ഗുണങ്ങള്. നീ കൊടുത്തത് 10 രൂപയായാലും 10,000 ആയാലും 100 ആയാലും 500 ആയാലും അത് അല്ലാഹ്ക്ക് വേണ്ടി കൊടുത്തതാണെങ്കിൽ അതിന് അളവറ്റ ഗുണങ്ങളുണ്ട്, എണ്ണിയാൽ തീരാത്ത നേട്ടമുണ്ട്. ഹബീബുൽ വറാ റസൂലുള്ളാഹ് ഇൻഷാ അല്ലാഹ് നല്ലൊരു സംഭാവന. അല്ല, നേരത്തെ ഹാഷിം ദാരി ഉസ്താദ് അടുത്ത കൊല്ലത്തിന്റെ എന്താ ചെയ്യുന്നത്? ഏതോ ഒന്ന് ചെയ്യും ഏത് ടൈൽസ് മദ്രസന്റെ മുറ്റത്തേക്കല്ലേ? ഉള്ളിലാ മാഷാ. നിങ്ങൾ ഒന്ന് 1 മിനിറ്റ് ചായലും കുടിച്ചോളണോ, എന്നെ ശ്രദ്ധിക്കണോ. ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് സമയമായി, തങ്ങൾ വന്നു, തങ്ങൾ വരാനായി. ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ ഭാഗത്ത് വോളണ്ടിയേഴ്സ് ഉണ്ട്. ഞങ്ങളെ മദ്രസന്റെ പെണ്ണ് കിടാക്കലുണ്ട്, ബുക്കും പെന്നും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്തുമില്ല, നിങ്ങൾ എന്തും തരണ്ട. അല്ലാഹു തആല ഞങ്ങൾ കൊടുത്ത സ്വതക്കാന്റെ കൂലി, ഞങ്ങൾ വാഗ്ദാനം ചെയ്ത ദാനത്തിന്റെ ധർമ്മത്തിന്റെ സ്വതക്കയുടെ കൂലി ഞങ്ങളെ ഉമ്മ വാപ്പാക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഞങ്ങളെ കടങ്ങൾ കൊടുക്കാനുള്ളതിനും കിട്ടാനുള്ളതിനും ഞങ്ങൾക്ക് കൊടുത്ത സ്വതക്കാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു എളുപ്പത്തിന്റെ വഴി തുറന്നു തരട്ടെ. ഞങ്ങൾ കൊടുത്ത സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ പൈസ, ഞങ്ങളെ ശമ്പളം, ഞങ്ങളെ കൂലി, മരുന്നിന് ചെലവാക്കപ്പെടേണ്ട ഗതികേടല്ല വരുത്താതിരിക്കട്ടെ. ഞങ്ങൾ കൊടുത്ത ആമീൻ അല്ലാഹ് ഞങ്ങൾ കൊടുത്ത പൈസ പിന്നെ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കാര്യങ്ങളെല്ലാം ഞങ്ങളറിയാതെ ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാളേറെ എളുപ്പത്തില് അല്ലാഹ് ചന്തത്തില് പൂർത്തിയാക്കട്ടെ. ഞങ്ങളെ മദ്രസ ഞങ്ങളെ കിടാവും, വേറെ നാട്ടുകാരെ നാട്ടുകാരെ കിടാവും ഒന്നും അല്ല. ആലം പാടുന്നു, പിന്നെ ഓടുന്നു, ദേലം പാടുന്നു. നമ്മളെ കിട തന്നെയാണ് ഇവിടെ പഠിക്കുന്നുള്ളത്. നമ്മളെ കിടാവ് പഠിക്കുന്ന മദ്രസന്റെ ഉള്ളിലേക്ക് ഗ്രൗട്ടെല്ലാം അടിച്ചിന്. അതിങ്ങനെ ധൂളും പൊടിയെല്ലാം ഇളന്നുകൊണ്ടെല്ലാം ഉണ്ട്. അപ്പൊ അതിന് എന്തായി അപ്പൊ അതിന് നല്ലൊരു ടൈൽസ്, നല്ല ടൈൽസ് ഇല്ലെങ്കിൽ ടൈൽസിന്റെ ഷോറൂമിൽ സൈഡാക്കിയ സെക്കൻഡ് ഹാൻഡ് ടൈൽസ് അല്ല, കുറച്ചത്തിന് കിട്ടുന്നിട്ട് അതിനൊപ്പിക്കണ്ട. കാരണം അത് പറഞ്ഞോട് കിട്ടും മതി. ഞമ്മ ഏടല്ല ഓസിക്ക് കിട്ടുന്നത്, സിമ്പിളിൽ കിട്ടുന്നത്. അതിനെ കൊണ്ടു പള്ളിക്ക് പറമ്പിലേക്ക് പുരക്ക് ഓടണം. ഗോവന്ന് അല്ലെങ്കിൽ രാജസ്ഥാൻ ബാങ്ക് കൊടുക്കി. നിങ്ങൾ ബാങ്ക് കൊടുക്കി, ഒന്നുകിൽ ചായ അല്ലെങ്കിൽ ടൈൽസ്. നോക്കി സ്പീഡാക്കി അതാ അപ്പുറം പ്രവാസാക്കി അടിക്കി അവരെന്നെ അടുത്തേക്ക് വരാൻ നോക്കാം. അവർക്ക് ശരിയല്ല, നടയിൽ പോവാലോ. പറഞ്ഞു മാഷാ അല്ലാഹ്.
മാഷാ അല്ലാഹ്. നല്ല മജ്ലിസ്, നല്ല റാഹത്ത് അൽഹംദുലില്ലാഹ്. ഉസ്താദുമാരൊക്കെ ഇനി നമ്മളെ സ്വന്തം ഒരു നാട്ടിൻ്റെ പള്ളി പോലെ, സ്വന്തം പുര പോലെ ഈലപ്പായിന്ന് ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് ഫൈസ് ഉസ്താദിൻ്റെ കയ്യിൽ ഒരു ബുക്ക്. അത് എന്ത് നിനക്ക് ഇപ്പോഴും തിരിഞ്ഞില്ല, ഇപ്പം തിരിഞ്ഞു. കാരണം എന്തെങ്കിലും ആരെങ്കിലും ടൈൽസിന് പള്ളിക്ക് എന്നൊക്കെ തരുന്നെങ്കിലും മേങ്ങിറാ, അവർക്കൊന്നത് വരുന്നറാ. അയാളെ പെർക്ക് കൊണ്ടുപോകാനല്ല, അയാളത്തേക്കല്ല, അയാൾക്ക് 5 പൈസേൻ്റെ ലാഭമില്ല. ഇനി അയാൾ ഇത്രയെല്ലാം ആക്കി, നാളെ എന്തെങ്കിലും ആക്കുമ്പോൾ 4 കുറ്റമല്ലാണ്ട് അയാളെ പറ്റി ചെല്ലാനും ഉണ്ടാവേല. അത് എല്ലായിടത്തും ഉള്ളത് തന്നെ, ഈടുന്നല്ല, എല്ലാവരും അങ്ങനെ. ഇത്രയും നല്ല കമ്മിറ്റിക്കാർ നല്ല പള്ളിയാക്കി എല്ലാക്കി, കമ്മിറ്റി നാളെ പിരിയുമ്പോൾ ചെല്ലും ഓറന്താക്കിന് കണക്കേണ്ടെന്ന്, സ്ലിപ്പേണ്ടെന്ന്, റസീറ്റേണ്ടെന്ന് കേക്കല്ലേ. അത് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. അല്ലാഹു താലാക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. ആരുടെ പറച്ചലും കാര്യങ്ങളൊന്നും നമുക്ക് ബാധകമല്ല, ആരും എന്ത് ചൊല്ലിയിട്ടുമില്ല. എന്നാലും അവരാ ത്യാഗവും അവരാ ഒരുക്കവും എല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി. ഞങ്ങളെ പള്ളിയുടെ കാര്യത്തിന് നമ്മളെ മദ്രസന്റെ ടൈൽസിന്റെ ആ കാര്യത്തിന് ചെറിയ ഇൻഷാല്ലാ കുറെ ഒന്നും നീണ്ട സ്ക്വയർ ഒന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. അതൊന്നും നല്ല റാഹത്തിൽ ഇടണമെന്നുണ്ടോ, ചന്താക്കണമെന്നുണ്ടോ? മദ്രസയും പള്ളിയും ചന്താക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് ചന്താക്കേണ്ടിയത്? അള്ളാഹു ഞങ്ങളെ കബറും ചന്തത്തിലാക്കി തരട്ടെ. ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളെ ഭാഗത്ത് ഞങ്ങളുടെ ടൈൽസിന്റെ കണക്ക് എങ്ങനെ? സ്ക്വയർ ഫീറ്റിന് എത്ര? അല്ല, ഒരു അന്താജ് ചില പെണ്ണുങ്ങൾക്ക് ഇപ്പൊ ചെല്ലണ്ടേ അമ്മോ? നല്ല ജാഗ്രത, ചൂടുണ്ട് പറഞ്ഞോണ്ട്. ഏത് എങ്ങനെ? മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹ്. ബോണോ സ്ക്വയർ എങ്ങനെ ചെല്ലണ്ടേ? ഹാഷിം ദാരിമി ഒന്ന് വരും. നമ്മളെ മദ്രസന്റെ ടൈൽസിന്റെ കാര്യത്തിന് ബഹുമാനപ്പെട്ട ഹാഷിം ദാരിമിയുടെ മഹല്ല്, പിന്നെ ഏത് മഹല്ലിന്റെ പ്രസിഡന്റ്? സാലത്തടുക്ക മഹല്ലത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹാജി സാഹിബ് ഒരു 1000 രൂപ മാഷാ അല്ലാഹ്, 1000 രൂപ അള്ളാഹു സംഭാവന തന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ആരോഗ്യവും ആയുസ്സും അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അള്ളാഹു എല്ലാം കൊണ്ടും അതിനുള്ള പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് കേട്ടത് ഇനി ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. ബഹുമാനികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ദുആകളിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തണം എന്ന് മാത്രം വസിയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.